ഇനി സമാപനമായി അവസാനം സുന്നിപക്ഷത്തിൻ്റെ അവലോകനമാണ്. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബിസത്തിൻ്റെ ഏറ്റവും വലിയ അധപ്പതനം ഒന്നുകൂടെ അവർ നിലനിർത്തിയതിൽ വളരെയേറെ സന്തോഷം. പാരമ്പര്യം അവർ ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ്. ഇമാമുകളുടെ ഗ്രന്ഥം കട്ടുവായിക്കുകയും ഹദീസുകളെ തള്ളുകയും അതുപോലെ ഉദ്ധരണികളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പാരമ്പര്യം ഈ സദസ്സിലും നിലനിർത്തിയതിൽ നിങ്ങൾക്ക് ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ശാഫിഈ ഇമാമിന്റെ ഉദ്ധരണികൾ വായിക്കണം എന്ന് മൗലവി വാശി പിടിക്കുമ്പോൾ വായിക്കുന്നു, പക്ഷേ ആ ഉദ്ധരണിയെ തൊടാൻ കഴിയുന്നില്ല. എന്നാലോ നിങ്ങൾ എല്ലാവരും ഏതു സമയത്തും പറയുന്നത് ഞങ്ങളും ശാഫിഈ മദ്ഹബും കൈകോർത്ത് നിൽക്കുന്നു എന്നാണ്. നിങ്ങളുടെ ആ അവകാശവാദം ഈ തലശ്ശേരിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പൊളിച്ച് പാളീസാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ ആദ്യമായി പറയുകയാണ്. ഞങ്ങളെ ഇമാമിങ്ങളെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇപ്പൊ ഇവിടെ വെച്ച് പറയുന്നു ഞങ്ങളെ ഇമാമ് ഇമാമിങ്ങളുടെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ നാളിതുവരെ നിലർത്തിപ്പോന്നിട്ടുള്ള ആദർശങ്ങൾ മുഴുവനും പറയുമ്പോ നിങ്ങളുടെ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ പാളക്കിതാബുകൾ എന്ന് പറഞ്ഞ നിങ്ങളെ കൊണ്ട് ഈ സദസ്സിൽ വെച്ച് ഞങ്ങളെ ഇമാമുകൾ എന്ന് പറയിപ്പിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാർക്കും അവിടുത്തെ അനുയായികൾക്കും സാധ്യമായി എന്നത് ഈ സംവാദത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എട്ടുകാലി മമ്മുഞ്ഞിമാരെ പോലെ എവിടെ വെച്ചും ഞങ്ങളാണ് അതിന്റെ ആളുകൾ എന്ന് പറയുന്നതിൽ നിങ്ങൾ അതിൻ്റെതായ എല്ലാവിധ പ്രത്യാഘാതവും അനുഭവിക്കുന്നു എന്നത് സമൂഹം ഇത് കാണുമ്പോൾ മനസ്സിലാക്കുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഞങ്ങളെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു ഇഖ്തിലാഫുൽ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നിസാഉം മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി വഅസ്വാജിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം അവിടുത്തെ ഭാര്യമാരുണ്ടായിരുന്നു, അവിടുത്തെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, അവിടുത്തെ വേലക്കാരികൾ ഉണ്ടായിരുന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമുള്ള ഇമാം നിങ്ങളെപ്പോലെ ഒരു ഗ്രന്ഥം വായിച്ചപ്പോൾ അതിന്റെ അപ്പുറവും ഇപ്പുറവും എന്തു പറഞ്ഞു എന്ന് പോലും അറിയാതെ ലാപ്ടോപ്പ് പോലും തുറന്നിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം ഷാമില എന്നും അറിയാതെ അന്ന് ഫീഹി ഇല്ലത്താനി വായിച്ച് പെട്ടുപോയ തണ്ടുകളല്ലേ ഇരിക്കുന്നത്. ആ തണ്ടുകളെ വെച്ചുകൊണ്ടാ ഞങ്ങൾ പറയുന്നത് പഠിച്ചോളൂ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോ പെൺകുട്ടികളോ അവരാരും തങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് പോലും ജുമുഅയിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്ന വിവരം ഇല്ല, അറിയാൻ സാധിച്ചിട്ടില്ല. ഇത്രയും കാലം അറബി ഭാഷയും അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും പഠിച്ച ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കിട്ടാത്തത് ചില തണ്ടുകൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ മാത്രം അത്ര അതപ്പതിച്ചു പോയവരല്ല അഹ്ലുസുന്നയുടെ മക്കൾ, കാന്തപുരം ഉസ്താദിന്റെ മക്കൾ എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും താടി നരച്ച മൗലവിമാരെ ഞങ്ങളെ ശിഷ്യന്മാരായി കിട്ടണമെന്ന് പൂതി വെക്കുന്ന ഹനീഫ കായക്കൊടി എന്ന മമ്മുഞ്ഞികളെ ഇപ്പോഴെങ്കിലും പഠിച്ചു വെച്ചോളൂ. നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മുമ്പ് കാലത്ത് നിർബന്ധമാണെന്നും കുറ്റമാണ് പെണ്ണ് പോയിട്ടില്ല എന്നും അങ്ങനെ പോകൽ കുറ്റമാണെന്ന് പറഞ്ഞവർ അവരെ ശിക്ഷിക്കേണ്ടതില്ലെന്ന് പറഞ്ഞവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ MCC മൗലവിയെയാണ് ആദ്യം പിടിച്ച് ശിക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ പരസ്പരം തമ്മിലടിക്കേണ്ടി വന്നത് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണെന്നറിയോ? നാളിതുവരെ മുസ്ലിം ലോകം ജീവിച്ചിട്ട് കേരളത്തിൽ സ്വഹാബത്ത് മുഖേന ഇസ്ലാം പ്രചരിച്ചിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സ്ഥാപനങ്ങളും
പള്ളികളും ഇവിടെ കേരളത്തിൽ പഴയ കാലം മുതൽക്കേ നിലനിന്നു പോന്നിട്ടും ഇന്നുവരെ ഒരൊറ്റ മഹാനും സ്വഹാബത്തിൽ നിന്ന് ദീനി പഠിച്ചവർ അവരുടെ പള്ളികളിലേക്ക് പുണ്യവും കൂലിയും പ്രതീക്ഷിച്ചുകൊണ്ട് പെണ്ണിന് ജുമാ ജമാഅത്തിന് പോകാമെന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞത് നിങ്ങളുടെ മൗലവിമാർ തന്നെയാണ്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, മുൻകൂട്ടി തയ്യാറാക്കിയ വ്യവസ്ഥയുടെ പ്രകാരം വളരെ ഭംഗിയായി നമ്മുടെ ഈ സംവാദം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ഭംഗിയായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാ സദസ്യരോടും ഇതിൻ്റെ മധ്യസ്ഥർ എന്നുള്ള നിലക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സംവാദം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സമാധാനപൂർവം നമ്മുടെ ഈ ഹാളിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷപ്രദമായി സംവാദം അവസാനിച്ചിരിക്കുന്നു. വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ചർച്ച ഇവിടെ നടന്നു. വളരെ കൃത്യമായി ചർച്ചകൾ കൊണ്ടുപോകാൻ ഇവിടെ മധ്യസ്ഥർ എന്ന നിലയിൽ ഞങ്ങൾ ശ്രമിച്ചു. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സത്യം കണ്ടെത്താനും നല്ലതും തീയതും തിരിച്ചറിയാനുമുള്ള വേദി ഈ സംവാദം കാരണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇത് കേൾക്കുകയും നമ്മോടൊപ്പം പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഈ വിഷയത്തിൽ പരസ്പരം സംവാദത്തിലേക്ക് എത്താൻ വേണ്ടി ഇവിടുന്ന് പ്രവർത്തിച്ച ISMൻ്റെയും SYSൻ്റെയും പ്രവർത്തകർ, അവർ ഇത്തരമൊരു നല്ല വേദിയിലേക്ക് മുജാഹിദ് സുന്നി പണ്ഡിതന്മാരെ കൊണ്ടെത്തിച്ചതിന് അവർക്ക് കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ വിഷയം ഈ നിലയിൽ വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച സദസ്യരോടും പണ്ഡിതന്മാരോടും നന്ദി അറിയിച്ചുകൊണ്ട് ആദ്യം സുന്നി ഈ ഭാഗത്തിരിക്കുന്ന സുന്നി പക്ഷാണ്. സുന്നികൾ ആദ്യം ഇറങ്ങിപ്പോവുക. എല്ലാവരും ഇറങ്ങിപ്പോയതിനു ശേഷം ഒക്കെ ഈക്വലാണ്. അതിനുശേഷം അടുത്ത് മുജാഹിദ് വിഭാഗം ഇറങ്ങുക. ഇവിടെ ഏൽപ്പിക്കപ്പെട്ട വൾഡേഴ്സ് മാത്രം, ഇതിൻ്റെ മൊത്തം വൾഡേഴ്സ് മാത്രം ഇങ്ങോട്ട് നിന്നിട്ട് മറ്റുള്ളവരിറങ്ങി വളരെ സന്തോഷപൂർവ്വം നമുക്ക് പിരിഞ്ഞു പോവാം. അള്ളാഹു നമ്മുടെ എല്ലാ ഈ ചിന്തകളും ചർച്ചകളും വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ ദുആ ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തലശ്ശേരി സംവാദത്തിൻ്റെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിൽ പോവൽ അത് പുണ്യമുള്ള കാര്യമാണോ, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണോ, അതല്ല ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ സംഗതിയാണോ? ഇതായിരുന്നു സംവാദത്തിൻ്റെ വ്യവസ്ഥയുടെ കാതൽ. ഈ വിഷയത്തിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്തു നിലപാട് സ്വീകരിച്ചു എന്നായിരുന്നു സമർത്ഥിക്കേണ്ടത്. ഇങ്ങനെ ഒരു സംവാദത്തിന് വ്യവസ്ഥ എഴുതാനുള്ള കാരണം തലശ്ശേരിയിൽ ചില മുജാഹിദ് പ്രവർത്തകർ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിലെ ചില ഉദ്ധരണികൾ അവ പല ഭാഗത്തു നിന്നും അടർത്തിയെടുത്ത് ഷാഫി റളിയല്ലാഹു അൻഹു സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രചരിപ്പിക്കപ്പെടുകയും നിങ്ങളുടെ ഇമാമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം ഷാഫി പോലും ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം ഇല്ല എന്ന പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ, അങ്ങനെയല്ല, ഷാഫി ഇമാം ഞങ്ങൾ എന്താണോ ഈ വിഷയത്തിൽ പറയുന്നത് അത് ഞങ്ങൾക്ക് ഷാഫി ഇമാം പഠിപ്പിച്ചു തന്നെയാണ് എന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായപ്പോഴാണ് ഈ സംവാദം ഉണ്ടാകുന്നത്. പക്ഷേ ഏതൊരു സംവാദത്തിലും ചെയ്യുന്നത് പോലെ വ്യവസ്ഥയിൽ നിന്നും വിഷയത്തിൽ നിന്നും ഒളിച്ചോടാനാണ് മുജാഹിദുകൾ അവിടെ ശ്രമിച്ചത്. ഇമാം ഷാഫി എന്ത് പറയുന്നു എന്ന് വ്യവസ്ഥ എഴുതുക, എന്നിട്ട് ഇമാം നവവി പറഞ്ഞത് വായിക്കുക റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വായിക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ ഹദീസിലുള്ളത് വായിക്കുക, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വായിക്കുക. ഇങ്ങനെയുള്ള വിഷയത്തിൽ നിന്ന് വിഷയം വളരെ കൃത്യമായി നമ്മളൊരു വിഷയം സംവിധാനിക്കുകയും എന്നിട്ട് പോലും അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയും ചെയ്യുക. അതേപോലെ പുണ്യമുണ്ടോ ഇല്ലേ എന്നതാണ് ചർച്ചയുടെ കാതൽ. എന്നിട്ട് അത് ഹറാമാണോ അല്ലേ എന്ന വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുപോവുക. ഇങ്ങനെ വിഷയവുമായി ബന്ധപ്പെടാത്ത ധാരാളം വിഷയങ്ങൾ പറയുകയും അങ്ങനെ പൊതുജനങ്ങളുടെ ശ്രദ്ധ
വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു സംവാദത്തിലും മുജാഹിദുകൾ പയറ്റുന്ന കുതന്ത്രമാണ്. ഇത്തരം ഒരു സമയത്ത് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? തീർച്ചയായും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ മർമ്മത്തിലേക്ക് കൊണ്ടുവരികയും അതിൽ അവരെ കെട്ടിയിടുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായും അവർ വായിച്ച മറ്റു ഉദ്ധരണികൾ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അല്ലാത്ത നവവി റളിയല്ലാഹുവിന്റെ ഇമാം ഇബ്നു ഹജറിന്റെ ഒക്കെ ഉദ്ധരണികൾ പ്രശ്നമായി ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുമോ എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വിശദീകരണം കൊടുക്കേണ്ടി വന്നത്. കാരണം മറ്റു പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്നത് അവിടെ ചർച്ച ചെയ്താൽ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്ന് പോവുകയും വിഷയം വഴിതെറ്റുകയും ചെയ്യും. ഇങ്ങനെ വിഷയം വഴിതെറ്റിപ്പോവുക എന്നുള്ളതാണ് മുജാഹിദുകൾ ശ്രമിക്കുന്ന കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യമായി കായക്കൊടി മൗലവി പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കേൾക്കുക. അദ്ദേഹം എൻ്റെ വിഷയാവതരണം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറുപടിയുടെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ചാൻസ് കിട്ടുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് വിഷയാവതരണത്തിൽ ഒരു നുണ പറഞ്ഞു. രണ്ടാമത്തെ അവസരത്തിൽ മൂപ്പർ പറയുന്നു രണ്ടാമത്തെ നുണ ഇതാകുന്നു. മൂന്നാമത്തെ മൂപ്പരുടെ ചാൻസിൽ അദ്ദേഹം പറയുന്നു ഇതാ മൂന്നാമത്തെ നുണ. ഇങ്ങനെ ഓരോ നുണകൾ ഓരോ സമയത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതായി അദ്ദേഹം പറയുന്ന നുണകൾ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൽ മൂന്നാമത്തെ അവസരത്തിൽ മൂപ്പർ പറയുന്നതാണ്. ബാക്കി അതിന്റെ വിശദീകരണത്തിൽ ഞാൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോവാറുണ്ടായിരുന്നു എന്നതിന് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആ ഹദീസുകൾ ഉദ്ധരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞു, ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചു. ഈ ഹദീസുകൾ വെച്ചുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം. അതുകൊണ്ട് ഇത് ഹദീസുകളിൽ എന്തു പറയുന്നു എന്നതല്ല. എങ്കിലും ജനങ്ങൾക്ക് സംശയമുണ്ടാകുമോ എന്ന് കരുതി ഞാൻ ഒറ്റ മറുപടി പറയാം. ഇത് ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിൽ തന്നെ ഇങ്ങനെ കാണാം, വദാലിക ഖബ്ല അൻ യഫ്ശുൽ ഇസ്ലാം. അത് ഇസ്ലാം പ്രചരിക്കുന്നതിന് മുമ്പായിരുന്നു. വദാലിക ഖബ്ല അൻ യഫ്ശുൽ ഇസ്ലാം, ഇസ്ലാം പ്രചരിക്കുന്നതിന് മുമ്പായിരുന്നു അത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന് അദ്ദേഹം മറുപടി ഇതാണ് അത്ര മൂന്നാമത്തെ നുണ. ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് മുമ്പായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന സംഭവമാകുന്നു ഇത് എന്നാണ്. നമ്മൾ ആദ്യം വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പങ്കെടുത്തിരുന്നോ എന്നത് ഒരു തർക്കവിഷയമല്ല. കാരണം സുന്നികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആദ്യകാലങ്ങളിൽ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ അവർ പള്ളിയിൽ പോയിരുന്നു, ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷേ ഇസ്ലാം അവർക്ക് ഹിജാബ് ഏർപ്പെടുത്തുകയും ഘട്ടം ഘട്ടങ്ങളായി ഏർപ്പെടുത്തുകയും അവസാനം പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് 10ാമത്തെ വർഷം ഹിജ്റ 10ാമത്തെ വർഷമാണ് അവസാനത്തെ ആയത്തിറങ്ങുന്നത്. എന്താണ്? വഖർന ഫീ ബുയൂതികുന്ന എന്ന് പറഞ്ഞ് ഹിജാബിന്റെ അവസാനത്തെ ആയത്തിറങ്ങുന്നത്. ഈ ആയത്തിറങ്ങിയതിനു ശേഷം ഒരു വ്യാപകമായി സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്ന ആ സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിരുന്നു, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം വായിച്ച ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വദാലിക ഖബ്ല അൻ യഫ്ശുൽ ഇസ്ലാം, അത് ഇസ്ലാം പ്രചരിക്കുന്നതിന് മുമ്പായിരുന്നു. അത് എവിടുന്നാണ് ഞാൻ വായിച്ചത്? അത് വിശദീകരണത്തിൽ നിന്നല്ല, ഹദീസിൽ തന്നെ ഉള്ള വാചകമാണ് വദാലിക ഖബ്ല അൻ യഫ്ശുൽ ഇസ്ലാം. അതിന് അദ്ദേഹത്തിന് മറുപടി എന്താണെന്നോ അദ്ദേഹം പറയാ, ഇമാം ഇബ്നു ഹജർ അസ്കലാനിയുടെ ഫതുഹുൽ ബാരി വായിച്ചിട്ട് പറയാ, അതെ ഞാൻ നുണ പറഞ്ഞതാണ്, ഞാൻ ബുഖാരിയിലുള്ളതല്ലേ വായിച്ചത്, ഇതിനെങ്ങനെ നുണയാകുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ വിശദീകരണം അത് ഇമാം ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞിട്ടുണ്ട്. വഇന്നമാ ഫശൽ ഇസ്ലാമു ഫീ ഗൈരിഹാ ബഅദ ഫത്ഹി മക്ക, മക്കം ഫത്ഹിന്റെ ശേഷമാകുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഒരു അർത്ഥം. എന്ത് മക്കം ഫത്ഹിന്റെ ശേഷമായിരുന്നു പെണ്ണുങ്ങൾ പള്ളി പോയതോ? മക്കം ഫത്ഹ് നമുക്കറിയാം, ഹിജ്റ 8ാം വർഷമാണ് മക്കം ഫത്ഹ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇയാൾക്ക് കിട്ടേണ്ട എന്താ വെച്ചാൽ മക്കം ഫത്ഹിന് ശേഷം, അതായത് ഹിജ്റ 8ാം വർഷത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമിന്റെ ആദ്യകാലത്തല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടത്. പക്ഷേ ഇമാം ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞത് അങ്ങനെയല്ല. മഹാനവറുകൾ പറഞ്ഞത് വൈന്നമ ഫശൽ ഇസ്ലാമു ബഅദ ഫത്ഹി മക്ക. മദീന അല്ലാത്ത സ്ഥലങ്ങളിൽ ഇസ്ലാം പ്രചരിച്ചത് മക്കം ഫത്ഹിന് ശേഷമായിരുന്നു. അപ്പൊ മക്കം ഫത്ഹിന്റെ മുമ്പാണ് എന്തുണ്ടായത്? സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നതുണ്ടായത്. മക്കം ഫത്ഹിന് മുമ്പാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അത് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തഫ്സീറിൽ,
ഇങ്ങനെ ഒരു ഉദ്ധരണി കാണാം. കാന ഹാദാ ഫി ഇബ്തിദാഇൽ ഇസ്ലാമി ഹീന കാന നിസാഉ യഹ്ദുർനൽ ജമാഅത്ത്. ഇത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഹീന കാന നിസാഉ യഹ്ദുർനൽ ജമാഅത്ത്, ആദ്യകാലം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്ന കാലം. അപ്പൊ ഞാൻ പറഞ്ഞ അതേ വാചകം, ഞാൻ പറഞ്ഞത് എന്താ? സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നത് ഇസ്ലാമിന്റെ ആദ്യകാലത്തുള്ളതാണ്. അത് തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇമാം ഇബ്നു ഹജർ പറഞ്ഞതോ ബഅദ ഫത്ഹി മക്ക, ഇസ്ലാം പ്രചരിച്ചു, ഇസ്ലാം പ്രചരിക്കുന്നതിന് മുമ്പാണ്. അതായത് ഖബല ഫത്ഹി മക്ക. ഖബല ഫത്ഹി മക്ക എന്ന് പറഞ്ഞാൽ അത് ഇബ്തിദാഇൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രാരംഭകാലത്തായിരുന്നു. ഇനിയിപ്പോ മക്കം ഫത്ഹി ഹിജ്റ 8-ലാണ്. ഞാൻ പറഞ്ഞു ഹിജ്റ 10-ാം വർഷമാണ് അവസാനമായി ഹിജാബിന്റെ ആയത്തിറങ്ങുന്നത്. അപ്പൊ ഹിജ്റ 10-ാം വർഷത്തിന് ശേഷമാണ് സംഭവം ഉണ്ടായതെന്ന് തെളിയിക്കണം. എന്നാൽ മാത്രമേ മൗലവിമാർക്ക് അതൊരു പിടിവള്ളിയായി കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് തന്നെയാണ് മൊത്തത്തിലുള്ള എല്ലാ ഹദീസുകളുടെയും സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർ ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് അദ്ദേഹം ഒരു തെളിവ് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ പറയും അതൊക്കെ ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പാണ്. അദ്ദേഹം തന്നെ അതുവരെ പറഞ്ഞ ഒരു 30 മിനിറ്റ് വിഷയാവതരണത്തിൽ 25 മിനിറ്റും അദ്ദേഹം പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു തെളിവുകളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലത്താണെന്നും മുസ്ലിയാക്കന്മാർ മറുപടി പറഞ്ഞേക്കാം. അത് മറുപടിയാണ്. അതോടുകൂടി 25 മിനിറ്റ് കൊളായി. അതുവരെയുള്ള അർത്ഥമൊക്കെ ഇല്ലാന്ന് മനസ്സിലായി. ഇനി ബാക്കി അയാൾ പറഞ്ഞ 2-3 വിഷയങ്ങളുണ്ട്. ഒന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവിടുത്തെ വഫാത്തിന് ശേഷം ഇഅ്തികാഫിരുന്നിരുന്നു. അതാണ്. അതിനോട് നമ്മൾ പ്രതികരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് ഹദീസിലുണ്ട്, എന്ന് ശരിയാണ്. പക്ഷെ അവർ എവിടെയാണ് ഇഅ്തികാഫിരുന്നത്? അവർ വീട്ടിലെ പള്ളികളിലാണ് ഇഅ്തികാഫിരുന്നത് എന്ന് പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു അഹ്സനി പോയത്തമാണ്, അതൊരു പോയത്താണ്, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതാണ് രണ്ടാമത്തെ കളവായിട്ട് അദ്ദേഹം പറഞ്ഞത്. അതെങ്ങനെ കളവാകുക? മഹാനായ മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവിടുന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്കറിയാം മിർഖാത്തിൽ കാണുന്നുണ്ട് അത് പള്ളിയിലായിരുന്നില്ല മറിച്ച് വീട്ടിലായിരുന്നു എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഐ ഫീ ബുയൂതിഹിന്ന വതഖദ്ദമ ഇഅ്തികാഫു ഫിൽ അശ്റിൽ ഔസത് സുമ്മ തഫഖഫ അസ്വാജുഹു ഐ ഫീ ബുയൂതിഹിന്ന, അത് അവരുടെ വീട്ടിലായിരുന്നു. ഞാൻ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ വീട്ടിലെ പള്ളിയിലായിരുന്നു എന്നാ പറഞ്ഞത്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ പള്ളിയിൽ സ്ത്രീ ഇഅ്തികാഫിരുന്നത് അത് ശരിയാവുകയില്ല, മറിച്ച് വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നാ. അപ്പോ ഒരു വലിയ സമൂഹം മുഴുവനും ആദരിച്ച് ബഹുമാനിക്കുന്ന നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ 45% ആളുകൾ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കുന്നവരാ. ആ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബില് സ്ത്രീകൾ പള്ളിയിൽ ഇഅ്തികാഫിരുന്നാൽ ശരിയാവൂല, മറിച്ച് വീട്ടിലിരുന്നാലേ ശരിയാവുള്ളൂ എന്നാ. വീട്ടിലൊരു സ്ഥലം എന്താണ് പ്രത്യേകമായി തയ്യാറാക്കിയാൽ അവിടെ ഇരുന്നാലേ ശരിയാവുള്ളൂ എന്നാ. നമ്മൾ പറയുന്നത് ശാഫി മദ്ഹബ് പ്രകാരം വീട്ടിന്റെ ഉള്ളിൽ ഒരു ഭാഗം പള്ളിയാക്കി വഖഫ് ചെയ്ത് അവിടെ ഇരുന്നാൽ ശരിയാകും, അല്ലാതെ വീട്ടിലിരുന്നാൽ മാത്രം ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിലെ പള്ളിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് അദ്ദേഹത്തിന് ഒരു മറുപടി എന്താണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇഅ്തികാഫിരിക്കുന്ന പെണ്ണ് അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ അവൾ ഇദ്ദയിരിക്കാൻ വേണ്ടി പുറപ്പെടണം. എവിടേക്കാണ് പുറപ്പെടേണ്ടത്? വീട്ടിലിരിക്കുന്ന പെണ്ണ് എവിടേക്കാണ് പുറപ്പെടേണ്ടത് എന്നാണ് ഇപ്പൊ ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ വീട്ടിന്റെ ഉള്ളിലുള്ള പള്ളിയിലാണ് അവൾ ഇരിക്കുന്നത്. കാരണം ആ സ്ഥലം പള്ളിയായി വഖഫ് ചെയ്ത പള്ളിയാണ്. പക്ഷെ പരപുരുഷന്മാർ വരിക എന്ന ഫിത്നയുടെ പ്രശ്നം അവിടെ ഇല്ല, അതുകൊണ്ട് അവിടെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ വീട്ടിനുള്ളിലുള്ള പള്ളിയായ റൂമിൽ നിന്ന് പുറത്തു വരണം. കാരണം എന്താ? ഇദ്ദയിരിക്കുന്ന സമയത്ത് അവള് ഇദ്ദയിരിക്കുന്നത് അവളുടെ വീട്ടിലാണ്. ഇപ്പൊ വീട് എന്നതിൽ നിന്ന് മാറി ഇത് പള്ളിയുടെ ഒരു സ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് അവൾ പുറത്തു വരണം, അവിടെ ഇരിക്കരുത്. എന്തേനു കുഴപ്പം? പുറത്തു വരണം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി പോകണമെന്നാണെന്നില്ലല്ലോ. അപ്പൊ അവൾ ഇരിക്കുന്ന പള്ളിയായ ആ സ്ഥലത്ത് നിന്ന് പുറത്തു വരണം. അതിനെന്താ കുഴപ്പം? അതിനൊരു കുഴപ്പമില്ല. ഇനി ഒരു പ്രശ്നം, സ്ത്രീകൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. സ്ത്രീകൾ മാത്രല്ല, നായകളും പള്ളിയിൽ വരാറുണ്ടായിരുന്നു എന്ന് ബുഖാരിയിലുണ്ടല്ലോ. കാനത്തിൽ കിലാബു തബൂലു വതുഖ്ബിലു വതുദ്ബിറു ഫിൽ മസ്ജിദി ഫീ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പള്ളിയിൽ നായകൾ വരാറുണ്ടായിരുന്നു, അവിടെ മൂത്രിക്കാറുണ്ടായിരുന്നു, എന്നിട്ട് അവർ വെള്ളം പോലും കുടയാറുണ്ടായിരുന്നില്ല. ഇപ്പോ നമ്മുടെ പള്ളിയിൽ നായകൾ വന്നിട്ടുണ്ടെങ്കിൽ ഹദീസ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നായകൾ പള്ളിയിൽ വരാറുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ വെള്ളമൊന്നും കുടയാറുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് വെക്കണമോ? വെക്കാൻ പറ്റൂല. കാരണം എന്താ? പിന്നീട് നായ നജസാണ് എന്നതിന് അനുകൂലമായ തെളിവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ആദ്യകാലത്തായിരുന്നു. ഇത് പറഞ്ഞപ്പോ ഒരാളുടെ കമന്റ്,
വിഷയം വൈകാരികമാക്കി മാറ്റുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുകയാണ്, അത് ഫൈസൽ ഹസനി എന്ത് ചെയ്തു, ഈ സ്ത്രീകളെ സഹോദരിമാരെ നിങ്ങളെ പട്ടികളാക്കിയിരിക്കുന്നു, പട്ടികളെ പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തൊരു കഷ്ടം. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു, ഒരു ഹദീസ് വായിച്ചു. പിന്നെയോ വേറൊരു ഹദീസ് വായിച്ചു, ബുഖാരിയിലുള്ള ഹദീസ് തന്നെ, നായകൾ പള്ളിയിൽ പോയിരുന്നു. 2 ഹദീസും കൂടി വായിച്ചാൽ എങ്ങനെ ഞാൻ നായയെ പോലെയാക്കി എന്ന് പറയുക? എന്നാൽ 2 ഹദീസിലല്ല, ഒരേ ഹദീസിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യഖ്തഉ സ്വലാത്ത, നിസ്കാരത്തെ മുറിക്കുന്നതാണ്, അൽ മർഅതു, ആര് മുറിക്കും? പെണ്ണ്, വൽ ഹിമാറു, കഴുത, വൽ കൽബു, നായ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പെണ്ണിനെ നായയാക്കി എന്ന് പറയാൻ പറ്റുമോ? അതില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഹദീസിലാണിത്. 2 ഹദീസ് പറഞ്ഞപ്പോഴേക്ക് അങ്ങനെ പറഞ്ഞാൽ വിഷയം വൈകാരികമാക്കുകയല്ല വേണ്ടത്. വിഷയം എങ്ങനെ ഓരോന്നും അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത് പഠിക്കുകയാണ് വേണ്ടത്. പിന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം പെണ്ണ് പള്ളിയിൽ പോയിരുന്നു ഉദാഹരണം പറഞ്ഞത് ആത്തിക ബീവിയുടെ സംഭവമാണ്. ആത്തിക ബീവിയുടെ സംഭവത്തിന് പണ്ഡിതന്മാർ നമുക്ക് ധാരാളം മറുപടികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽ ഇസ്വാബ ഫീ തമ്മീസ് സ്വഹാബ എന്ന കിതാബിലും അതുപോലെ തന്നെ അൽ ബിദായ വന്നിഹായ എന്ന കിതാബിലും അതിന് മറുപടി കാണാം. അൽ ബിദായ വന്നിഹായയില് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആത്തിക ബീവിയെ മാറി നിന്നുകൊണ്ട് അടിക്കുകയും അങ്ങനെ അവൾ പള്ളിയിൽ പോകുന്നത് നിർത്തുകയും ചെയ്തു എന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന് മനസ്സിലായില്ലേ എന്ത് സ്ത്രീ പള്ളിയിൽ പോകാൻ പാടില്ല, എന്നിട്ട് എന്തേ ഉമർ റളിയല്ലാഹുവിന് തടയാതിരുന്നത് എന്നാ മൗലവി ചോദിക്കും. ഉമർ റളിയല്ലാഹുവിന് തടഞ്ഞിട്ടുണ്ട്. എങ്ങനെ? മാറി നിന്ന് അടിച്ച് അവൾ പള്ളിയിൽ പോയത് നിർത്തി. പോരെ? അത്ര പോരെ? അത് കഴിഞ്ഞിട്ട് വീണ്ടും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു കല്യാണം കഴിച്ചപ്പോ അപ്പോഴും അവർ പള്ളിയിൽ പോയി. കാരണം എന്താ? ഇത് ഫിത്ന ഉണ്ട് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അതാ പ്രശ്നം. അതുകൊണ്ട് വീണ്ടും പോയി. പക്ഷേ സുബൈർ റളിയല്ലാഹു അടിച്ചു നിർത്തി. അപ്പോഴാണ് സുബൈർ റളിയല്ലാഹുവിന്റെ അടിയും കൂടി കിട്ടിയപ്പോഴാണ് മനസ്സിലായത് എന്ത്, ഇത് കാലാകെ ഫസാദായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ പോകുന്നില്ല. ഇപ്പൊ എന്താ ഈ ആത്തിക ബീവി റളിയല്ലാഹു അൻഹയുടെ അവസാനത്തെ നിലപാടെന്താ? ഒരു വിഷയം നമ്മൾ പറയുമ്പോ ആ ആളുടെ ആ വിഷയത്തിലെ അവസാനത്തെ നിലപാടെന്താണ് നമ്മൾ നോക്കേണ്ടത്. ആത്തിക ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോവേണ്ടതില്ല, കാലം ഫസാദായിരിക്കുന്നു. ഫസദന്നാസ് ഫലം തഖ്റുജ് ബഅദു, ഫസദന്നാസ് ജനങ്ങളൊക്കെ ഫസാദായി, ഫലം തഖ്റുജ് ബഅദു, അതിനുശേഷം പിന്നെ മഹദി അവർകൾ പള്ളിയിൽ പോയിട്ടില്ല. അപ്പോ മഹദിയായ ആത്തിക ബീവി പള്ളിയിൽ പോവണ്ട എന്ന തീരുമാനത്തിലാണുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോവണ്ട എന്ന തീരുമാനത്തിലാണുള്ളത്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോവണ്ട എന്ന തീരുമാനത്തിലാണുള്ളത്. അപ്പോ വേറെ ഒരു സംഭവം ഉദ്ധരിക്കാനില്ല. പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോക്കി നിർത്തി. ആത്തിക ബീവിക്ക് മാത്രം എന്താണ് പള്ളിയിൽ പോയാൽ എന്താ എന്നൊരു പൂതി. ആത്തിക റളിയല്ലാഹു അൻഹു പോയി, പക്ഷേ സ്വഹാബികൾ അതും നിർത്തി. ആത്തിക ബീവിക്കും അത് മനസ്സിലായി. ഇനി അതെങ്ങനെ തെളിവാക്കുക? ഇവരിപ്പോ പറഞ്ഞത് ഇമാമിമങ്ങളൊക്കെ നമ്മൾ തള്ളിയെന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഭാഷ ഇപ്പൊ വളരെ വൾഗറായി വരിക. വഹാബിസ് അങ്ങനെ കൂടിയിട്ട് വളരെ സംസ്കാരത്തിന്റെ എത്രയോ താഴെ, ഇപ്പോൾ സക്കരിയ സലാഹിന്റെയും താഴെ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് പോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇമാമായി ഞങ്ങൾക്ക് ഇമാമായി ഇമാം ഷാഫി ഉണ്ട്, ഞങ്ങൾക്ക് ഇമാമായി ഇമാം ഇബ്നു ഹജർ ഉണ്ട്. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അത് കേട്ടാൽ നല്ലൊരു സുന്നിന്റെ പ്രസംഗമാണെന്ന് തോന്നിപ്പോകും. എന്നെയാണ് നിങ്ങൾക്ക് ഇമാമിയങ്ങളോട് പ്രേമം തുടങ്ങിയത്? മനസ്സിലാക്കണം. ആരാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി? നിങ്ങൾക്ക് അറിയോ? മഹാനായ ഖതീബുൽ ബഗ്ദാദി എന്നവർ അവിടുത്തെ താരീഖ് ബഗ്ദാദിൽ പറയുന്നു, സമിഅതു ശാഫിഈ റളിയല്ലാഹു അൻഹു യഖൂൽ ഇന്നി ലഅതബറകു ബിഅബി ഹനീഫത റളിയല്ലാഹു അൻഹു വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ. എല്ലാ ദിവസവും ഞാൻ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സന്ദർശിക്കാറുണ്ടായിരുന്നു, എന്നിട്ട് ബറക്കത്ത് എടുക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞില്ല, ഫഇദാ അറദത് ലി ഹാജത്തുൻ, എനിക്ക് വല്ല ആവശ്യവും ഉണ്ടായാൽ സ്വല്ലൈതു റകഅതൈനി, ഞാൻ 2 റകഅത്ത് നിസ്കരിക്കും. വജിഅതു ഇലാ ഖബ്രിഹി, ഞാൻ ഖബറിൽ ചെല്ലും. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, അവിടെ വെച്ച് ദുആ ചെയ്യും. ഫമാ തബഉദു അന്നി ഹത്താ തുഖ്ളാ, അങ്ങനെ എൻ്റെ ആവശ്യം നിർവഹിക്കപ്പെടും. ആവശ്യ നിർവഹത്തിന് വേണ്ടി മക്ബറകളിലേക്ക് പോകുന്നത് ശിർക്കാണ് എന്നാണ് വഹാബികൾ പഠിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ ഈ ശിർക്ക് ചെയ്ത ഇവരുടെ ഭാഷയിൽ മുശ്രിക്കായ ആളാണത്രേ ഇവരുടെ വലിയ ഇമാമായിട്ട് ഇപ്പൊ വരുന്നത്. നോക്ക് നിങ്ങൾ, ഇമാം ഷാഫി പാടി മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ അവർ അള്ളാഹുലേക്കുള്ള എന്റെ വസീലയാകുന്നു. അപ്പൊ ഇസ്തിഗാസ അല്ലെങ്കിൽ തബറുക്കും നടത്തി, അതുപോലെ തന്നെ തവസ്സുലും നടത്തി. അതിന്റെ പേരിൽ ഇവരുടെ ഭാഷയിൽ മുശ്രിക്കായ ആളാണ് ഇമാം ഷാഫി ഇവരുടെ ഭാഷയിൽ. എന്നിട്ട് ഇവർ പറയുന്നു ഇപ്പൊ ഞങ്ങളുടെ ഇമാമാണ്.
നല്ല കഥയായി. ആമാരെ അടുത്ത ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇവർ ഈ വായിച്ച ഇബാറത്തുകൾ മുഴുവനും മജ്മൂ എന്ന് പറയുന്ന ശറഹുൽ മുഹദ്ദിബിലുള്ളതാ. ആ ശറഹുൽ മുഹദ്ദിബിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ثم يرجع الى موقفه الاول قبالة وجه رسول الله صلى الله عليه وسلم ويتوسل به في حق نفسه. അള്ളാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ തവസ്സുൽ ചെയ്യണം. വയസ്തശ്ഫിഉ ബിഹി, പിന്നെ ശഫാഅത്ത് തേടണം. അതുപോലെ മഹാൻ അവർ ശഫാഅത്ത് തേടുകയും ചെയ്തിട്ടുണ്ട്. ബുഖാരിക്ക് ശറഹ് എഴുതിയപ്പോൾ മുസ്തശ്ഫിഅൻ ബി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇസ്തിഗാസയും ചെയ്തു, തവസ്സുലും ചെയ്തു. ഇമാം ഷാഫി ഇസ്തിഗാസയും ചെയ്തു, തവസ്സുലും ചെയ്തു. ഇവിടെയോ ഇസ്തിഗാസയും തവസ്സുലും ശിർക്കല്ലേ? അപ്പൊ ഇമാം നവവിയും ഇവരുടെ ഭാഷയിൽ മുശ്രിക്കാണ്. പിന്നെ ഇവർ പറഞ്ഞു ഇമാം ഇബ്നു ഹജർ അസ്കലാനിയാണ്. ഇമാം ഇബ്നു ഹജർ അസ്കലാനിയുടെ യാ സയ്യിദർ റുസുലില്ലദീ ഫാഖൽ വറ ബഅസൻ സമ കുല്ലൽ വുജൂദി വുജൂദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വിളിച്ച് വിഷയങ്ങൾ പറഞ്ഞയാളാണ് ഇമാം ഇബ്നു ഹജർ അസ്കലാനി. മുശ്രിക്കല്ലേ? എന്ന് മുതലാണ് നിങ്ങൾക്ക് ഇമാം ഇബ്നു ഹജർ അസ്കലാനി ഇമാമായത് പറയണം. മാത്രല്ല നമുക്കറിയാം ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തിയത് എന്ന് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിഗാസക്ക് സർട്ടിഫിക്കറ്റും കൊടുത്തു. അവിടുത്തെ ഫതുഹുൽ ബാരിയാണ് ഇവർ കാര്യമായിട്ട് ഉദ്ധരിച്ച സാധനം. ഈ ഫതുഹുൽ ബാരിയിൽ ഇസ്തിഗാസക്ക് അനുകൂലമായ തെളിവ് പറഞ്ഞുകൊണ്ട് ഇസ്തിഗാസയെ സമർത്ഥിച്ചു. അപ്പോ ശിർക്ക് ചെയ്യുകയും ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നായി. ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ കാഫിറാകുന്നാണ് ഉമർ മൗലവിന്റെ ഭാഷ. അപ്പൊ 1000 വട്ടം കാഫിറായ ആളാണ് ഇപ്പൊ ഇമാമായി വന്നിട്ടുള്ളത്. ഇതിപ്പോ വിശ്വാസപരമായ കാര്യം. ഇനി കർമ്മശാസ്ത്രപരമായ കാര്യത്തിലോ? കർമ്മശാസ്ത്രപരമായ കാര്യത്തിൽ ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും കിട്ടുന്നത് സ്വന്തം മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഞാൻ നിയമം പറയുകയല്ല വേണ്ടത്. മറിച്ച് ഞാൻ അതിന് പറ്റുന്ന മുജ്തഹിദായ ആളെ അനുഗമിച്ച് അദ്ദേഹത്തിന്റെ ഒരു മദ്ഹബിൽ ചേരുകയാണെന്ന് വേണ്ടതെന്ന് മനസ്സിലാക്കിയ ആളാണ് മഹാനായ ഇമാം നവവി. അശ്ശാഫി എന്നല്ലേ അറിയപ്പെട്ടത്? എന്താ മുജാഹിദിന് ഷാഫി എന്ന് പറയാൻ തോന്നുവോ? അങ്ങനെ ഇന്നു മുതൽ തീരുമാനിച്ചിട്ടുണ്ടോ? ഷാഫിഈ എന്ന് പറഞ്ഞൊരു കാറ്റഗറൈസ് ചെയ്യപ്പെട്ടില്ലേ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി? അങ്ങനെ പറയാൻ പാടില്ല, അത് ഏറ്റവും വലിയ തെറ്റാണ് എന്നല്ലേ വഹാബിസം പഠിപ്പിച്ചത്? ഇമാം ഇബ്നു ഹജർ അസ്കലാനി ഷാഫിഈ അല്ലേ? അപ്പൊ ഷാഫിഈ ആവുക. അപ്പൊ കർമ്മശാസ്ത്രപരമായി മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്കലാനി സുന്നിയാണ്, വിശ്വാസപരമായും സുന്നിയാണ്. ഇമാം നവവിയും അങ്ങനെ തന്നെയാണ്, ഇമാം ഷാഫിയും അങ്ങനെ തന്നെ. മദ്ഹബിന്റെ സ്ഥാപകനാണല്ലോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ എങ്ങനെയാണ് ഇവരെ നിങ്ങൾക്ക് ഇമാമ് എന്ന് പറയേണ്ടി വന്നത്? നിങ്ങൾക്ക് ചില ഇബാറത്തുകൾ അനുകൂലമായി കിട്ടുമോ എന്ന് നിങ്ങൾ വ്യാമോഹിച്ചു. അതുകൊണ്ട് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇമാമാണ്, ഞങ്ങളുടെ ഇമാമാണ് എന്ന ഒരു കാര്യം കേൾക്കണോ? ഇല്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾക്ക് അനുകൂലമായി ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഈ വിഷയമായി സുന്നി നിലപാടെന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സ്ത്രീ ജുമാ ജമാഅത്തുമായി സുന്നികൾക്ക് പറയാനുള്ളത് എന്താണ്? അതായത് ആകർഷണീയതയുള്ളവരായ സ്ത്രീകൾ, വൃദ്ധകളാകട്ടെ യുവതികളാകട്ടെ, ആ യുവതികൾ ഏതായിരുന്നാലും പിന്നെ അതിന് പുറമെ വൃദ്ധകളിൽ നിന്ന് തന്നെ ആകർഷണീയങ്ങളായ സ്ത്രീകൾ എന്താണ് സ്ത്രീ ജുമാ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നത് കറാഹത്താകുന്നു. അവര് ഇനി ആകർഷണീയരല്ലാത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പടുവൃദ്ധകളായ സ്ത്രീകളാണെങ്കിലും അവർ സുഗന്ധം പൂശിക്കൊണ്ട് പള്ളിയിലേക്ക് പോകൽ, അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകൽ, അതും കറാഹത്താകുന്നു. എന്നാൽ ഫിത്ന ഭയപ്പെട്ടാലോ അപ്പോ ആർക്കും ഹറാമുമാകുന്നു. കഴിഞ്ഞില്ല. ഇത് ഒന്നും അല്ലാത്ത സന്ദർഭങ്ങളിൽ പള്ളിയിലേക്ക് വരാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. പള്ളിയിലേക്ക് വരൽ ഉത്തമത്തിന് എതിരാകുന്നു, ഖിലാഫുൽ അഫ്ളലാകുന്നു എന്ന് പറഞ്ഞാൽ ഈ 3 നിയമം പറഞ്ഞാലും എന്ത് കിട്ടും? ലാസ്റ്റ് ഇസ്ലാം സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് തലശ്ശേരി സംവാദത്തിന്റെ വ്യവസ്ഥ. ഇസ്ലാം സ്ത്രീകളെ പള്ളിയിൽ പോകുന്നത് നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. കറാഹത്ത് നിരുത്സാഹപ്പെടുത്തിയതാണ്, ഖിലാഫുൽ അഫ്ളൽ നിരുത്സാഹപ്പെടുത്തിയതാണ്, ഹറാമ് നിരുത്സാഹപ്പെടുത്തിയതാണ്. മുജാഹിദിന്റെ വാദം ഞങ്ങൾ തല മുതൽ ലാസ്റ്റ് വരെ ചോദിക്കാൻ തുടങ്ങി. അല്ല, നിങ്ങൾക്ക് നിലപാടിൽ മാറ്റമുണ്ടായല്ലോ. MCC അഹമ്മദ് മൗലവി എന്ന് പറയുന്ന മൗലവി തന്റെ സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തിൽ പറയുന്നത് സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് വരൽ നിർബന്ധമാകുന്നു എന്നാണ്. ഒന്ന്, അവിടെ അയാൾ നിർത്തിയില്ല. പള്ളിയിലേക്ക് വരാത്ത പെണ്ണുങ്ങളെ അടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരൽ എല്ലാ ദീനറിയുന്ന ആളുകളുടെയും ബാധ്യതയാകുന്നു എന്ന് 2 അദ്ദേഹം പറഞ്ഞു. അവിടെ അയാൾ നിർത്തിയില്ല. പള്ളിയിലേക്ക് വരാത്ത ആണും പെണ്ണും കാഫിറാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അവ പെണ്ണ് പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ കാഫിറാകുന്നു. മുജാഹിദിന്റെ വാദം MCC അഹമ്മദ് മൗലവി 1. പിന്നെ 2, പള്ളിയിൽ വരൽ നിർബന്ധമാകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉമർ മൗലവി വന്നത്. ഉമർ മൗലവി വന്നിട്ട് പറഞ്ഞു
സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വരൽ നിർബന്ധമാണ് എന്നത് ശരിയല്ല. പിന്നെന്താ? പിന്നെ സുന്നത്താണ്. ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞു സുന്നത്താണ് എന്നും കിതാബ് കൊണ്ട് തെളിയിക്കാൻ സാധിക്കുകയില്ല. അവിടെ നിന്നില്ല. പൈങ്ങോട്ടൂര് വ്യവസ്ഥ എഴുതിയ സമയത്ത്, സംവാദത്തിന് വ്യവസ്ഥ എഴുതിയ സമയത്ത് സുന്നികൾ എഴുതി പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിൽ സ്ത്രീകൾ പുറപ്പെട്ടു പോകൽ അത് ഫിത്ന ഉണ്ടാകുന്ന കാരണത്താൽ അത് ഹറാമാണ് നമ്മുടെ വാദം എഴുതി. അപ്പോ അവര് പറയുന്നു എന്ത്? സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെടൽ അനുവദനീയമാകുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ല എന്താ ഈ അനുവദനീയം എന്ന് പറഞ്ഞാല്? നിർബന്ധം അനുവദനീയാണല്ലോ, സുന്നത്തും അനുവദനീയാണ്, മുബാഹ് അതും അനുവദനീയ. ഏതാണ് ഈ അനുവദനീയം എന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അവര് പറഞ്ഞു അത് മുബാഹ് എന്നതിന്റെ മലയാള പരിഭാഷയാകുന്നു. അപ്പൊ എവിടെത്തി? നിർബന്ധാണെന്നുള്ളതും കാഫിറാണെന്നുള്ളതും പോന്ന്, സുന്നത്താണെന്നുള്ളതും പോന്ന്. കട്ടൻ ചായ കുടിക്കുന്നത് പോലെ കൂലിയില്ല, കുറ്റമില്ല, അങ്ങനത്തെ പ്രവർത്തനമാണ്. ഇപ്പൊ പരിണാമം എവിടെത്തി? മൂന്നാമത്തെ ദശയിലെത്തി. ഇന്ന് അവിടെ നിന്നോ? ഇല്ല. നിർബന്ധമാണ്, കാഫിറാണ്, നിർബന്ധമാണ്, സുന്നത്താണ്, സുന്നത്തില്ല, 5 മുബാഹാണ്. 6ാമത്തത് എന്താ അറിയോ? അതാ രസം. അത് നമ്മുടെ തലശ്ശേരിയിൽ സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ വന്നപ്പോൾ തലയിക്കെട്ടിട്ട് ആളൊക്കെ ഉണ്ടേന് അപ്പുറത്ത്. ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊക്കെ തീരേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോട് ഞങ്ങൾ ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു അനുവദനീയാണ്. അവിടെ പറഞ്ഞ അനുവദനീയവും പുണ്യകർമ്മമാണ് എന്നാ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താ അനുവദനീയത്തിന്റെ അർത്ഥം? അപ്പൊ അവര് പറഞ്ഞു മുബാഹാണ്. എങ്ങനെയുണ്ട്? മുബാഹും പുണ്യകർമ്മവും. മുബാഹ് പറഞ്ഞാൽ കൂലി കിട്ടാത്ത കാര്യം, പുണ്യകർമ്മം എന്ന് പറഞ്ഞാലോ കൂലി കിട്ടുന്ന കാര്യം. മുബാഹും അതുപോലെ സുന്നത്ത് യോജിക്കോ? ഞങ്ങൾ ചോദിച്ചു. അതിന് മറുപടി ഇല്ല, അത് പറ്റുന്ന അവർ പറഞ്ഞു. ഇത് തലയിക്കെട്ടിട്ട് ആൾക്കാരുണ്ടായിട്ട് പോലെ മുബാഹും സുന്നത്തും തിരിച്ചറിയുന്നില്ല. അപ്പൊ പരിണാമം വീണ്ടും മാറി. അത് കഴിഞ്ഞിട്ട് 2008 ഇവരിറക്കിയ ഒരു പുസ്തകം, അതായത് അൽ വജീസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം KNM പ്രസിദ്ധീകരിച്ചതാ. അതിൽ പറയുന്നത് സ്ത്രീകൾക്ക് വീടാകുന്നു ഉത്തമം എന്ന വലിയ എഡിങ് എഴുതിയിട്ട് സ്ത്രീകൾക്ക് വീടാകുന്നു ഉത്തമം. അപ്പൊ കാഫിർ എന്നതിൽ നിന്ന് പോയി, നിർബന്ധമാണ് എന്നതിൽ നിന്ന് പോയി, സുന്നത്താണ് എന്നതിൽ നിന്ന് പോയി, സുന്നത്തല്ല എന്നതിൽ നിന്ന് പോയി, മുബാഹാണ് എന്നതിൽ നിന്ന് പോയി, മുബാഹും സുന്നത്തുമാണ് എന്നതിൽ നിന്നും പോയി, അവസാനം സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്നിടത്തെത്തി. നോക്കൂ നിങ്ങൾ, ഇങ്ങനൊക്കെ പറഞ്ഞ ആൾക്കാരാ പറയുന്നത് നമുക്ക് സ്ത്രീ ജുമാ ജമാഅത്തിന്റെ വിഷയത്തിൽ നിലപാട് മാറ്റം ഉണ്ടായി ഇല്ല. നമ്മുടെ വാദം സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് കറാഹത്താകുന്നു. പിന്നെയോ അത് ഫിത്നയുണ്ടാകുമ്പോഴോ ഹറാമാകുന്നു. എല്ലാ ഷർത്തുകളും പാലിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്തഹാത്തല്ലാത്ത സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകള് സുഗന്ധം പൂശ ഒന്നുമില്ലാതെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അത് പടുവൃദ്ധകളായ സ്ത്രീകൾ അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് ഖിലാഫുൽ അഫ്ളലാകുന്നു എന്ന് പറഞ്ഞാൽ നല്ലതിനെതിരാകുന്നു. 3ആണെങ്കിലും ഇസ്ലാം ഇത് പ്രോത്സാഹിപ്പിക്കാത്തതാ. ഇത് ആര് പറഞ്ഞിട്ടുണ്ട്? ഞങ്ങളെ പഠിപ്പിച്ചത് ഇമാം നവവിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. നവവി ഇമാമിന്റെ ഇബാറത്ത് വായിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നവവി ഇമാം എതിരാകുന്നു എന്ന് സമർത്ഥിക്കാനുള്ള നീക്കം ഒരിക്കലും ഞങ്ങൾ പൊറുക്കുകയില്ല. നോക്കൂ നിങ്ങൾ, കുരിഹലഹ, മഹാനായ ഇമാം നവവി പറയുന്നു, വഅമ്മൻ നിസാഉ ഫജമാഅതുഹുന്ന ഫിൽ ബുയൂതി അഫ്ളലു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ. ലിമാ റവ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ لا تمنعوا نساءكم المساجد وبيوتهن خير لهن فإن أرادت المرأة حضور المساجد مع الرجال فإن كانت شابة أو كبيرة تشتهى كره لها الحضور. യുവതിയാണെങ്കിൽ അല്ലെങ്കിൽ ആകർഷണീയളായ വൃദ്ധയാണെങ്കിൽ കുരിഹ ലഹൽ ഹുദൂറു, പങ്കെടുക്കൽ കറാഹത്താകുന്നു. ഇതന്നെയാണ് ഞങ്ങളുടെ വാദം. കഴിഞ്ഞില്ല. മഹാനായ ഇമാം ഇബ്നു ഹജർ മഹാനായ നവവി ഇമാമിനെ വിശദീകരിച്ചുകൊണ്ട്, നവവി ഇമാമിന്റെ ആ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ പറയുന്നു, കുരിഹ ലഹൽ ഹുദൂറു ജമാഅത്തുൽ മസ്ജിദി ഇൻ കാനത് തുഷ്തഹ. ആകർഷണീയ സ്ത്രീയാണെങ്കിൽ അവൾക്ക് പങ്കെടുക്കൽ കറാഹത്താണ്. വയഹ്റുമു അലൈഹിന്ന, സ്ത്രീകൾക്ക് പങ്കെടുക്കൽ ഹറാമാണ്. ബിഗൈരി ഇദ്നി വലിയിൻ, വലിയിന്റെ അനുവാദമില്ലാതെ, ഔ ഹലീലിൻ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ. അതുപോലെ പിന്നെ അവളിൽ നിന്നോ അവളുടെ മേലോ ഫിത്ന ഭയപ്പെട്ടാൽ ഹറാമുമാകുന്നു. ഇതാണ് നമ്മുടെ വാദം. അതിനെ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമികമല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ആര് പഠിപ്പിച്ചു? ഇമാം നവവി പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇമാം നവവിയെ തള്ളാൻ എന്ത് കോപ്പുണ്ട് നിങ്ങളുടെ കയ്യിൽ? ആരാ ഇമാം നവവിയെ തള്ളിയത്? ഇമാം നവവിയെ തള്ളിയത് നിങ്ങളാണ്. ഇമാം നവവി അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇമാം ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു എന്നുള്ള. അതേപോലെ തന്നെ നവവി ഇമാമിന്റെ ഉദ്ധരണി വായിക്കുന്നത് എന്താ അറിയും? ഒരു ഹദീസ് ഉണ്ട് വായിച്ചു. നമ്മൾ ശരിക്കും പഠിക്കണം, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ. ഒരു ഹദീസ്, പെണ്ണുങ്ങൾ വിസലമാ തങ്ങളുടെ കാലത്ത് പള്ളിയിൽ പോയിരുന്നതിനുള്ള ഒരു ഹദീസ് ഉണ്ട് വായിച്ചു. എന്നിട്ട് അത് പറഞ്ഞു, ഇതിൽ തെളിവുണ്ട്. ഫീഹി ജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദ് ലിശുഹൂദി സ്വലാത്തി ഫിൽ ലൈലി. എന്താണ്? രാത്രിയിൽ പെണ്ണുങ്ങൾ പള്ളിയിൽ പങ്കെടുത്തതിന് അത് ജവാസാണ് എന്നതിന് ഇതിൽ തെളിവുണ്ട്. പിന്നെയോ
അതുപോലെ തന്നെ വയൂഖദു മിൻഹു ജവാസുഹു ഫിന്നഹാരി മിൻ ബാബി ഔലാ, പകലിലും പങ്കെടുക്കുന്നത് ജവാസാണ് എന്നതിന് തെളിവുണ്ട്. ലിഅന്നൽ ലൈല മദിന്നത്തു റീബത്തി അക്സറു മിനൻ നഹാർ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് ഖുറൂജുൻ നിസാ ജായിസാണ് എന്ന് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം ഇബ്നു അസ്കലാനി ഇപ്പൊ എന്തായത് സുന്നികൾക്കെതിരായി എന്നാണ് ഇപ്പൊ വാദം. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇമാം ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫതുഹുൽ ബാരിയാണ്. ഇമാം ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫതുഹുൽ ബാരി പോലെ തന്നെ മറ്റൊരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്, അതേതാ ഉംദത്തുൽ ഖാരി. അതിലും ഇതുപോലെ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അസ്സാലിസു ഫീഹി ജവാസു ഖുറൂജിൻ നിസാഇ അയ്യാമൽ ഈദി ഇലൽ മുസല്ലാ ലിസ്സലാത്തി മഅൻ നാസ്, ജനങ്ങളോടൊപ്പം പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ പുറപ്പെടൽ അത് അനുവദനീയമാണെന്നതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോ രണ്ടാളും ഒന്നെ പറഞ്ഞു. അപ്പൊ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതാ പറയാനുള്ളത്, പറയട്ടെ. അതിന് ബാക്കി വഖാലത്തിൽ ഉലമാഉ കാന ഹാദാ ഫീ സമനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമ്മൽ യൗമ ഫലാ തഖ്റുജു ശാബത്തു ദാത്തുൽ ഹൈഅതി എന്ന് പറഞ്ഞു. വലിഹാദാ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ ലൗ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹ്ദസ നിസാഉ ബഅദഹു ലമനഅഹുന്നൽ മസാജിദ കമാ മുനിഅത് നിസാഉ ബനി ഇസ്രായീൽ. നോക്കൂ നിങ്ങൾ, ഇത് പറഞ്ഞിട്ട് ഇതിൽ ജവാസാണ് എന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം ഐനി ബദറുദ്ദീൻ ഐനി പറയുന്നു എന്ത്, എന്നാൽ ഇത് പണ്ഡിതന്മാർ പറഞ്ഞു, വിശദീകരിച്ചു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള സംഭവമാണ് എന്ന് പറഞ്ഞാൽ ജായിസാണെന്ന് പറഞ്ഞത് ആർക്ക് ജായിസാണ്? ജായിസാണെന്ന് ഇതിൽ കിട്ടും. കാരണം ജായിസ് ആയതുകൊണ്ടല്ലേ അവർ പോയത്. അപ്പൊ അവര് പോയത് അവരുടെ പോക്ക് ജായിസാണ് എന്ന് കിട്ടും. അല്ലാതെ നമുക്കിപ്പോ പോകാൻ പറ്റുന്ന കിട്ടുമോ? അത് കിട്ടൂല. കാരണം എന്താ? ഇന്ന് ഫലാ തഖ്റുജു അൽ യൗമ വഅമ്മൽ യൗമ ഫലാ തഖ്റുജു ശാബത്തു ദാത്തുൽ ഹൈഅതി വലിഹാദാ ഖാലത്ത്. കാരണം ആയിഷ ബീവി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നത്തെ സ്ത്രീകൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റ പള്ളി തടയുമായിരുന്നു. അപ്പോ ഫിത്ന ഉണ്ടാകുകയാണെങ്കിൽ പള്ളി തടയണമെന്നാണ് ആയിഷ ബീവിയുടെ മദ്ഹബ് എന്ന് മനസ്സിലായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് വഅമ്മൽ യൗമ ഫനഊദു ബില്ലാഹി മിൻ ദാലിക ഫലാ യുറഖസു ഫീ ഖുറൂജിഹിന്ന മുത്ലഖാ. ഇന്ന് പിന്നെ ഏതായാലും പോകാൻ പറ്റൂല, അതുകൊണ്ട് ഫലാ യുറഖസു ഫീ ഖുറൂജിഹിന്ന, അവർക്ക് പുറപ്പെടലിൽ നിന്ന് ഒരു നിലക്കും ഇളവ് നൽകപ്പെടാൻ പാടില്ല. മുത്ലഖൻ, നിരുപാധികം. ആരാ പറയുന്നത്? ഉംദത്തുൽ ഖാരി പറയുന്നു. നോക്കൂ നിങ്ങൾ, ബദറുദ്ദീൻ ഐനി ഉംദത്തുൽ ഖാരിയിൽ പറയുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ ജവാസ് എന്ന് പറഞ്ഞത് അത് എവിടെയാണ്? ആ കാലത്തേക്കാണ്. അത് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്കലാനി തന്നെ പറയുന്നുണ്ട്. ബാക്കി വമഹല്ലു ദാലിക ഇദാ ലം യഖ്ശ അലൈഹിന്ന ഔ ബിഹിന്ന ഫിത്ന, അവരെ കൊണ്ട് ഫിത്ന ഇല്ലാതിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ജായിസ്. ജായിസ് എന്ന കറാഹത്തിൽ പെടും, നമുക്കറിയാം. മുബാഹല്ലല്ലോ ജായിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജായിസാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് പെടൂല? അത് ഇപ്പൊ പോകാൻ പറ്റുമെന്നതിന് തെളിവല്ല. അത് ആര് പറഞ്ഞിട്ടുണ്ട്? ബദറുദ്ദീൻ ഐനി വിശദീകരിച്ചിട്ടുണ്ട് ഫതുഹുൽ ബാരിയെ പോലെ തന്നെ. ഫതുഹുൽ ബാരി അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു, വമഹല്ലു ദാലിക ഇദാ ലം യുഖ്ശ അലൈഹിന്ന ഔ ബിഹിന്ന ഫിത്ന. കഴിഞ്ഞില്ല. ഇനി വേറൊരു വിഷയം കാര്യമായിട്ട് പറഞ്ഞ സംഗതിയാണ്. അതെന്താ അറിയോ? അത് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് ഷാഫി ഇമാം പറഞ്ഞു എന്ത്, ഈ വിഷയത്തിൽ ഒരു ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് സാബിത്താണെങ്കിൽ നമ്മൾ അത് അനുസരിച്ച് പറയുമായിരുന്നു. എന്നിട്ട് ഇയാൾ ഇങ്ങനെ തൊള്ളട്ടുകൊണ്ട് പറയുന്നുണ്ട്, വഖദ് സബത എന്ന് ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്, അത് സ്ഥാപിച്ചിട്ടുണ്ട്, അത് സാബിത്തായിട്ടുണ്ട്. സാബിത്തായിട്ട് എന്താ? അതാ നീ സാബിത്തായി വെക്കുക. എന്നാൽ എന്താ? ആ സംഭവം ഇമാം ഇബ്നു ഹജർ അസ്കലാനി അവിടുത്തെ ഫതുഹുൽ ബാരിയിലാണ് പറയുന്നത്. എന്നിട്ട് അതൊക്കെ വിശദീകരിച്ച അവസാനം ഇമാം ഇബ്നു ഹജർ അസ്കലാനി പറയുന്നുണ്ട്, വൽ ഔലാ അൻ യുഖസ്സ ദാലിക ബിമൻ യഅ്മനു അലൈഹാ വബിഹാ അൽ ഫിത്ന വലാ യതറത്തബു അലാ ഹുദൂരിഹാ മഹ്ദൂറുൻ വലാ തസാഹുമുർ റിജാലി ഫി തുറുഖി വലാ ഫിൽ മജാമിഅ്. വഴിയിലോ മറ്റു ആളുകൾ കൂടുന്നിടത്തോ ആണും പെണ്ണും തമ്മിൽ സ്പർശന അദർശന പ്രശ്നങ്ങൾ ഒരിക്കലും ഇല്ല എന്ന് ഉറപ്പുള്ളയിടത്ത് മാത്രമാകുന്നു ഈ പറഞ്ഞത്. അപ്പോഴന്നെയാണ് നമ്മൾ ഈ പാടില്ല എന്നും പറഞ്ഞത്. അത് ഇപ്പൊ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് മൊത്തത്തിൽ പാടില്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോ ഇമാം ഇബ്നു ഹജർ അസ്കലാനി ഇവരുടെ ഭാഗത്ത് അനുകൂലമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഷാഫി ഇമാം എന്താ പറഞ്ഞു? ഷാഫി ഇമാം പറഞ്ഞതിനെ പറ്റി അവർക്ക് ഒന്നും പറയാനില്ല. കാരണം അതല്ല വ്യവസ്ഥ. ഷാഫി ഇമാം വ്യവസ്ഥ വെച്ചാൽ നവവി ഇമാമുക്ക് ചാടുക. അപ്പൊ എന്താണ്? നവവി ഇമാം അതുണ്ടെങ്കിൽ ഇബ്നു ഹജർ അസ്കലാനി ചാടുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു
അവിടുന്ന് ഈ സ്ത്രീ ജുമാ ജമാഅത്തിന് നിരുത്സാഹപ്പെടുത്തി എന്നുള്ളത് വളരെ കൃത്യമായി ഇഖ്തിലാഫുൽ ഹദീസിൽ ബാബു ഖുറൂജിൻ നിസാ ഇലൽ മസാജിദ് എന്നൊരു ഹെഡിങ് തന്നെ കൊടുത്തിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അത് ഓരോന്നായി വിശദീകരിച്ച് ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറയാ, 1, സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല, ഇബാറത്ത് വായിക്കുന്നില്ല. 2, അവിടുത്തെ സുന്നത്തുമില്ല. 3, അവർക്ക് യാതൊരു പുണ്യവുമില്ല. 4, സലഫു സ്വാലിഹീങ്ങൾ ഒന്നും തന്നെ അവരെ പള്ളിയിൽ പോകാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരെ അനുവദിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമുക്കും പള്ളിയിൽ പെണ്ണ് പോകാൻ അനുവദിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, തടയുകയും ചെയ്യാം. പെണ്ണിന് അവർക്ക് അത്യാവശ്യമില്ലാത്ത കാര്യത്തിന് പുറത്തു പോകുന്നത് മൻഹിയുൻ അൻഹുവാകുന്നു, നിരോധിക്കപ്പെടേണ്ടതാകുന്നു. ഇതാ ഷാഫി ഇമാം പറഞ്ഞു, ഒരു പുണ്യമില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് തന്നെ തടയപ്പെടേണ്ടതാകുന്നു. ഇതാണ് വ്യവസ്ഥ. അതിന് ഇഖ്തിലാഫുൽ ഹദീസ് മാത്രം മതി. അപ്പൊ ഇഖ്തിലാഫുൽ ഹദീസ് വെച്ചുകൊണ്ട് സംസാരിച്ചാൽ ഇവിടെ ക്ലിക്കാവൂല എന്ന് മനസ്സിലാക്കിയ മൗലവിമാരെന്ത് ചെയ്തു? മറ്റു ഇമാമിങ്ങൾക്ക് ചാടി, നബി ഇമാമിലേക്ക് ചാടി. നബി ഇമാം പറഞ്ഞതോ പെണ്ണിന്റെ വീടാകും ഉത്തമം, ശാബത്തോ മുസ്തഹത്തോ ആയ പെണ്ണ് പള്ളിയിൽ പോവുകയാണെങ്കിൽ അത് കറാഹത്താണ്. പിന്നെ അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ പറഞ്ഞു ഫിത്ന ഉണ്ടെങ്കിൽ ഹറാമുമാണ്. കഴിഞ്ഞില്ലേ കഥ? അതന്നെയല്ലേ നമ്മൾ പറയുന്നത്. അവർക്ക് അനുകൂലമായി അതിൽ നിന്നൊന്നും കിട്ടുകയില്ല. ഇനിയിപ്പോ ഒരു പ്രശ്നം, അപ്പൊ ഷാഫി ഇമാമിന്റെ ഉമ്മിൽ പെണ്ണിന് പള്ളിയിൽ പോകാമെന്നുണ്ടല്ലോ, അതാണ് ഒരു വിഷയം. ഷാഫി ഇമാമിന്റെ അൽ ഉമ്മി എന്ന കിതാബിൽ പെണ്ണിന് പള്ളിയിൽ പോകാമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അവർ വായിക്കുന്ന ഇബാറത്തുകൾ ഇത് ശരിക്കും മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഫിഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇബാറത്താണ് കാണുമ്പോൾ ഫിഖിൽ അങ്ങനെ ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ വിഷയം എല്ലാ അരികും മൂലയും ഒപ്പിച്ചുകൊണ്ടാണ് ഫുഖഹാ പറയാറുള്ളത്. ഫുഖഹാ എല്ലാ സാങ്കല്പികമായ മസ്അലകൾ പോലും പറയും. എന്റെ കൈയിനുള്ളിൽ ഉള്ളനടിയിൽ ഒരു രോമം മുളച്ചാൽ, ഒരു മുടി മുളച്ചാൽ വുളൂ ചെയ്യുന്ന സമയത്ത് അത് കഴുകേണ്ടതുണ്ടോ? ഫുഖഹാ ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ഫുഖഹാ വളരെ ഗരീബായി ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമുക്ക് തോന്നിയ സംഗതികളൊക്കെ ചർച്ച ചെയ്തത്. പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച്, അതുപോലെ തന്നെ ലിംഗമാറ്റ ശസ്ത്രക്രിയയെ കുറിച്ച് ഒക്കെ ഇപ്പൊ നമുക്ക് ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ ക്ലോണിങ്ങിനെ കുറിച്ചൊക്കെ പറയാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫുഖഹാ ഇത്രയും വളരെ ഗൗരവമായി സാങ്കല്പികമായ മസ്അലകൾ പോലും ചർച്ച ചെയ്തുകൊണ്ടാണ്. അപ്പോഴേക്കും അങ്ങനെ ഉണ്ടാകും, അങ്ങനെ പറ്റും പറഞ്ഞു എന്ന് പറയാൻ പറ്റൂല. ഞാനൊരു ഉദാഹരണം പറയാം. ആദ്യം ഉദാഹരണം പറഞ്ഞാൽ പിന്നെ പറയും മനസ്സിലാവുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉമ്മ എന്ന കിതാബില് പെണ്ണിന് ജുമാക്കും ജമാഅത്തിനും ഒക്കെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നപ്പോ വഹാബി പറയുന്നു. അത് എന്തുകൊണ്ട് ശരിയല്ല? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയല്ല, കളവാണ്. എന്തുകൊണ്ട്? അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ആദ്യത്തിന് മുമ്പ് ഒരു മസല ശ്രദ്ധിക്കുക. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു തുണി ബലാത്കാരമായി പിടിച്ചു വാങ്ങി. അങ്ങനെ ആ തുണി എടുത്തിട്ടാണ് നിസ്കരിച്ചത്. ഇപ്പോൾ ഈ തുണി എടുത്ത് നിസ്കരിച്ച എൻ്റെ നിസ്കാരം, ളുഹർ നിസ്കാരം ഇപ്പൊ സാധുവാണോ സാധുവല്ലേ? സാധുവാണോ സാധുവല്ലേ? ഞാൻ എൻ്റെ ളുഹർ നിസ്കരിച്ചു, മറ്റൊരാളുടെ തുണി ബലാത്കാരമായി പിടിച്ചു വാങ്ങിക്കൊണ്ടാണ് നിസ്കരിച്ചത്. മഗ്സൂബായ വസ്ത്രത്തിലാണ് ഞാൻ നിസ്കരിച്ചത്. എൻ്റെ നിസ്കാരം സാധുവാകുന്നു എന്നാണ്. എൻ്റെ നിസ്കാരം സാധുവാകുന്നു എന്ന് പറഞ്ഞാൽ ളുഹർ എനിക്ക് പിന്നീട് ഖളാ വീട്ടേണ്ടതില്ല. അല്ലാഹു തആല എന്നോട് ചോദിക്കൂല എന്തുകൊണ്ടാണ് നീ ളുഹർ നിസ്കരിക്കാതിരുന്നത്, പക്ഷേ ഞാൻ ചെയ്ത പണി ഹറാമാകും. അപ്പൊ ഹറാമാകുന്നതോടുകൂടെ തന്നെ സാധുവാകുന്ന കാര്യങ്ങളുണ്ട്. ചില കച്ചവടങ്ങളൊക്കെ നമുക്കറിയാം. കച്ചവടം ബുയൂഉൻ തസിഹു വലാകിൻ തഹ്റുമു, അത് സ്വഹീഹാകുന്നതാണ് പക്ഷേ ഹറാമാകുന്നതാണ്. ഇപ്പൊ ഈ നിസ്കാരം നോക്കൂ നിങ്ങൾ, സ്വഹീഹാണ് അതേസമയം ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താകുന്നുണ്ടായേക്കാം. ഇപ്പോ സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വരേണ്ടതില്ല അല്ലെങ്കിൽ വരാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് പള്ളിയിൽ വന്ന് ജുമാ നിസ്കരിച്ചു എന്ന് കൂട്ടുക, എന്നാ ആ നിസ്കാരം സാധുവാണോ? ഇനി അവൾ വേറെ ളുഹർ നിസ്കരിക്കേണ്ടതുണ്ടോ? മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു അജ്സഅതുഹു അനിൽ ജുമാ, അത് മതി, ഇനി അവൾ നിസ്കരിക്കാനുള്ള അവൾക്കത് മതിയാകുന്നതാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അപ്പോ അവൾക്ക് ജുമാ നിസ്കരിക്കാമെന്ന് കിട്ടിയിട്ടില്ല. അവൾ ഇനി ളുഹർ നിസ്കരിക്കേണ്ടതില്ല, ഇനി വേറെ ഒരു നിസ്കാരം നിർവഹിക്കേണ്ടതില്ല. അത് പോകാൻ പറ്റുമോ പറ്റില്ലേ? അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഫിത്ന ഭയപ്പെട്ടുകൊണ്ട് പോകൽ ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ്. ഇക്കാലത്ത് ഫിത്ന മുഹഖഖാണ്, ഉറപ്പാണ് എന്നാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അക്കാലത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായിരുന്നാലും പെണ്ണിന് പോകാൻ പറ്റൂല. അപ്പൊ പോയാൽ അവൾക്ക് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇനി അവൾ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല എന്നേ അർത്ഥമുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞു, എന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല.
നമ്മുടെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊരു പ്രസ്താവന. മറ്റൊരിക്കൽ ഞാൻ പറഞ്ഞു, അഥവാ ആരെങ്കിലും പുറത്തു പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ഉച്ചഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരുടെ ഉച്ചഭക്ഷണത്തിന് പകരം അത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചു എന്നല്ല, മറിച്ച് എന്താണ്, അവര് പുറത്തു പോയി ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പകരം ഇവിടുന്ന് ഉച്ചക്ക് നിങ്ങൾ ചോറ് കഴിക്കേണ്ടതില്ല, ആ രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കേണ്ടതില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം പുറത്തു പോകാനുള്ള സമ്മതമല്ല. ഇതേപോലെ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പെണ്ണ് പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചാൽ അത് സാധുവാകുന്നതാണ്. അതിന്റെ അർത്ഥം ജുമാക്ക് പോകാൻ പറ്റുന്നല്ല. ഇനി വേറൊരു വിഷയം, അതെന്താ അറിയോ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, എന്ത്? കൊട്ടക്കണക്കിന് സമുദ്രസാഗരമായ ഒരു ഒഴുകി ഒഴുകി വരുന്ന ഹദീസുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട സംഗതിയാണ്. എന്ത്? അതാ വഖദ് നക്കല, ഭയങ്കര സംഭവമായിട്ട് വായിക്കുന്നത്. ഇമാം നവവിയെ തള്ളിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം വായിക്കുക, വഖദ് നക്കല ഇബ്നുൽ മുൻസിർ വഗൈറുഹു അൽ ഇജ്മാ, ഇബ്നു മുൻസിറും അവർ മറ്റുള്ളവരും ഇജ്മാഇനെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ ഇജ്മാ? അലാ അന്നഹാ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅത ജാസാ വഖദ് സബതത്തിൽ അഹാദീസുസ് സ്വഹീഹത്തുൽ മുസ്തഫീള أن النساء كن يصلين خلف رسول الله صلى الله عليه وسلم في مسجده خلف الرجال. ഏതെങ്കിലും സ്ത്രീകൾ പള്ളിയിൽ വന്ന് ജുമുഅ നിസ്കരിച്ചാൽ അത് സാധുവാകുന്നതാകുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ നിസ്കരിച്ചത് ധാരാളം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമെന്നതിന് ധാരാളം ഹദീസ് ഉണ്ട് എന്നാണ് മൂപ്പരേന്ന് ഗവേഷണം നടത്തിയത്. അങ്ങനെ ഗവേഷണം നടത്താൻ പറ്റൂല. കാരണം എന്താ? അതിന്റെ തൊട്ട് മുമ്പ് തന്നെ മഹാനായ ഇമാം നവവി മറ്റൊരു ഇജ്മാ പറയുന്നുണ്ട്, ഖദ് നഖല ഇബ്നുൽ മുൻസിർ വഗൈറുഹു അൽ ഇജ്മാ അന്നൽ മർഅത ലാ ജുമുഅത അലൈഹാ, സ്ത്രീകളുടെ മേൽ ജുമുഅയേ ഇല്ല എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇജ്മാ ഉണ്ട് ആ വിഷയത്തിൽ. ഇവര് പഠിപ്പിക്കുന്ന MCC പഠിപ്പിച്ച നിർബന്ധമാണെന്ന് ഇപ്പോഴും മുജാഹിദിന്റെ 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പഠിക്കുന്നത് സ്ത്രീകൾക്കടക്കം എല്ലാവർക്കും, എല്ലാ മുസ്ലിങ്ങൾക്കും ജുമുഅ നിർബന്ധമാണ് എന്നാണ്. എന്നാൽ ജുമുഅ നിർബന്ധമില്ല, ജുമുഅയേ ഇല്ല എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നാണ് ഇമാം നവവി പറയുന്നത്. ഇങ്ങനെ പെണ്ണിന് ജുമുഅക്ക് വരേണ്ടതില്ല, ഫിത്ന പെട്ടുകൊണ്ടിരിക്കുക, അവൾ ജുമുഅക്ക് വരികയാണെങ്കിൽ ഹറാമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു പെണ്ണ് വന്നു നിസ്കരിച്ചു, നിസ്കാരം സാധുവാണോ? സാധുവാണ്. മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? ഇല്ല. തെളിവെന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങൾ വന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ആ നിസ്കാരം പിന്നീട് അവർ മടക്കി നിസ്കരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് മടക്കി നിസ്കരിക്കേണ്ടതില്ല. വരാൻ പറ്റുന്നതിന് തെളിവല്ല. കാരണം അവര് വന്നപ്പോ എന്ത് ചെയ്തിട്ടില്ല? ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അന്ന് വരാൻ പറ്റിയത് കൊണ്ടാണ് വന്നത്. പിന്നെ തെളിവെന്തിനാണ്? അവരുടെ നിസ്കാരം സാധുവാണ്. കാരണം ആ നിസ്കരിച്ച നിസ്കാരം പിന്നീട് അവർ മടക്കി നിസ്കരിച്ചിട്ടില്ല. അപ്പൊ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല, നിസ്കാരം സാധുവാണ് എന്നതിനുള്ള തെളിവേ അതാവുകയുള്ളൂ. ഇനി വേറെ എന്താ അറിയോ? ഇവര് ഇമാം ഷാഫിയുടെ വീക്ഷണത്തിൽ എന്ത് സുന്നി ആചാരങ്ങൾ ഇമാം ഷാഫിയുടെ വീക്ഷണത്തിൽ അങ്ങനെ ഇപ്പൊ പുതിയ ട്രെൻഡാണ്, ഇപ്പൊ പുതിയ പുസ്തകങ്ങൾ അങ്ങനെ ഇറങ്ങുന്നത്. കാരണം ഖുർആനും ഹദീസും ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കബളിപ്പിക്കുന്ന ആൾക്കാരാണെന്ന് ഇവർ മനസ്സിലാക്കിയോണ്ട് ഇപ്പൊ ഇമാമിയങ്ങളെ പിടിച്ചുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പോ സ്ത്രീകളെ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഇവർ ആദ്യം ഉദ്ധരിക്കുന്ന ഷാഫി ഇമാമിന്റെ ഉദ്ധരണിയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഞങ്ങള് സംവാദത്തിൽ ആദ്യം ചോദിച്ചത് ഇതാണ്, ഈ ഉദ്ധരണി വായിച്ചർത്ഥം വെക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന്. അവര് തൊട്ടില്ല. ഈ ഇബാറത്തൊന്ന് വായിച്ച് ഓരോ വാക്കിന്റെ അർത്ഥം വെക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനവർ തയ്യാറായില്ല. കാരണം എന്താ? ഇബാർത്ത് വായിച്ചർത്ഥം വെച്ചാൽ നമുക്ക് കഴിയൂല എന്ന് നമുക്കറിയാം, അത് അറിയും, അതിൽ അവർ പിടിക്കും നമുക്കറിയാം. അതുകൊണ്ട് അവർ തൊട്ടില്ല. അപ്പോഴും നമ്മൾ ഇമാം ഷാഫിന്റെ ഈ ഇബാർത്ത് നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ഇമാം നവവിന്റെ വായിക്കും, അപ്പൊ ഇമാം ഇബ്നു ഹജറിന്റെ വായിക്കും. അപ്പൊ നമ്മൾ അവിടെ പോവല്ലോ. അപ്പൊ ഇത് പോയില്ലേ? അപ്പൊ ഈ വിഷയം പോയില്ല. അതാണ് അവരുടെ ലക്ഷ്യം. നോക്കൂ നിങ്ങൾ എന്താണ് പറഞ്ഞത്? വലാ ഉഹിബ്ബുലി വാഹിദിൻ മിമ്മൻ ലഹു തർക്കുൽ ജുമുഅ, ജുമുഅ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞവർ ആരൊക്കെയാണ്? പിന്നെ സ്വതന്ത്രർ, കാരണം എതിരുള്ള സ്വതന്ത്രർ, അതുപോലെ വലാമിനൻ നിസാ സ്ത്രീകൾ, വൈറുൽ ബാലിഗിന കുട്ടികൾ, അബീദ് അടിമകൾ, അവർക്കൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല യുസല്ലി ലുഹർ നിസ്കരിക്കൽ ഹത്താ യൻസരിഫൽ ഇമാം, ഇമാമ് പിരിയുന്നത് വരെ. എന്നാൽ ഇമാമ് ജുമുഅ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞിട്ടാണ് അവർ ലുഹർ നിസ്കരിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്താ കാരണം? ലഅല്ലഹു യഖ്ദിറു അലാ ഇതിയാനിൽ ജുമുഅ, ലഅല്ലഹു യഖ്ദിറു അവർക്ക് സാധിച്ചേക്കാമല്ലോ. ഈ ചേക്കാമല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് ഇവിടെ വിഷയം. ലഅല്ല എന്നാൽ എന്താ അർത്ഥം? നമ്മൾ കിതാബ് ഓതി പഠിക്കുമ്പോൾ ഓരോന്നും അതിന്റെ കൃത്യമായി ഓതി പഠിക്കണം എന്ന് വെറുതെ പറയുന്നതല്ല. ലഅല്ല, ലഅല്ല എന്നതും ലൈത്ത എന്നതും വ്യത്യാസം ഉണ്ടല്ലോ. ലഅല്ല എന്നത് തറജിക്കാണ് ഉപയോഗിക്കുക. തറജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ
അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന സമയത്താണ് ലഅല്ല എന്ന് പ്രയോഗിക്കാൻ നമുക്കറിയാം. അപ്പൊ ലഅല്ലഹു യഖ്ദിറു, ജുമഅക്ക് വരാൻ സാധിച്ചേക്കാമല്ലോ എന്ന് പറഞ്ഞാൽ മുമ്പ് അവർക്ക് ജുമഅക്ക് വരാൻ പറ്റിയിരുന്നില്ല, പിന്നെ വരാൻ സാധിച്ചേക്കും. മുമ്പ് പറ്റാതിരിക്കുകയും പിന്നീട് പോകാൻ പറ്റുകയും ചെയ്യുന്ന കാരണം എന്താ? ഈ പറഞ്ഞ കാര്യം ആൾക്കാരിൽ എന്താ? കുട്ടിക്ക് പ്രായപൂർത്തി ആവുക എന്നുള്ളതാണ്, അടിമക്ക് സ്വതന്ത്രനാവുക എന്നുള്ളതാണ്, രോഗിക്ക് രോഗം മാറുക എന്നുള്ളതാണ്, യാത്രക്കാരന് യാത്ര തീരുക എന്നുള്ളതാണ്. എന്നാൽ പെണ്ണിനോ? പെണ്ണിന്റെ കാരണം മാറുന്ന കാരണമല്ലല്ലോ. പെണ്ണിന് ഇനി ആ പ്രശ്നം, അവളുടെ ഉഴുതിറ് നീങ്ങിപ്പോകുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഈ ലഅല്ല എന്ന് പ്രയോഗിച്ചപ്പോൾ തന്നെ മനസ്സിലായി, മുമ്പ് പറഞ്ഞവരിൽ പെണ്ണ് ഉൾപ്പെടുകയില്ല, ഈ കാരണത്തിൽ പെണ്ണ് ഉൾപ്പെടൂല എന്ന് മനസ്സിലായി. അത് ലഅല്ല എന്ന വാക്ക് പ്രയോഗിച്ചത് കൊണ്ടാണ് മനസ്സിലായത്. കാരണം പെണ്ണിന്റെ കാരണം ഉനൂസത്താണെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മജ്മൂഇൽ പറഞ്ഞിട്ടുണ്ട്, അൽ-ലർബുസ്സാനി മൻ ലാ യർജു സവാല ഉസ്രിഹി കൽ മർഅതി, അവരുടെ കാരണം നീങ്ങിപ്പോകുമെന്ന് പ്രതീക്ഷയില്ലാത്തവർ അതേതുപോലെ കൽമർ എത്തി, പെണ്ണിനെ പോലെ. ഇപ്പൊ പെണ്ണിന്റെ കാരണം നീങ്ങിപ്പോകൂല സാധാരണഗതിയിൽ. അപ്പൊ നീങ്ങിപ്പോകാത്തത് കൊണ്ട് തന്നെ ലഅല്ലഹു എന്ന് പറഞ്ഞ ലഅല്ല പ്രയോഗിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലായി പെണ്ണതിൽ പെടുകയില്ല. അപ്പൊ എന്താ ഈ വിഷയം? ഇവർക്കൊക്കെ ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്താണ്, ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദുഹ്ർ നിസ്കരിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞെടുത്ത് അതിന് കാരണം പറഞ്ഞപ്പോൾ മൊത്തത്തിലാണ് കാരണം പറഞ്ഞത്, മജ്മൂഇനാണ് കാരണം പറഞ്ഞത്, ജമീഇനും കാരണം പറഞ്ഞിട്ടില്ല. മജ്മൂഇന് മൊത്തത്തിൽ കാരണം പറഞ്ഞാണ്. എല്ലാ കാരണവും എല്ലാവർക്കും ഫിറ്റല്ല, ചിലത് ചില ആളുകൾക്ക് ഫിറ്റല്ല, അങ്ങനെ പറയാം. അതിനാണ് പറയാം മജ്മൂഇനാണ് കാരണം പറഞ്ഞത്, ജമീഇനും കാരണം പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇവര് പിന്നീട് നിസ്കരിച്ചാൽ മതി എന്നുള്ളതിന്റെ കാരണം എന്താ? അത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ജുമുഅ കാമിലീങ്ങളുടെ നിസ്കാരമാണ്. ജുമുഅ കാമിലീങ്ങളുടെ നിസ്കാരം. അപ്പൊ കാമിലീങ്ങളുടെ നിസ്കാരം കഴിഞ്ഞിട്ടാവട്ടെ മഫ്ളൂലീങ്ങളുടെ നിസ്കാരം എന്നതാണ് പെണ്ണിന്റെ വിഷയത്തിലുള്ള കാരണം. ആ വിഷയത്തിൽ അഭിപ്രായ ഏത് പെണ്ണ് നേരത്തെ നിസ്കരിക്കണമോ പിന്നീട് നിസ്കരിച്ചാൽ മതിയോ എന്ന വിഷയത്തിൽ ഷാഫി മദ്ഹബ് അഭിപ്രായ വ്യത്യാസമുണ്ട്. നേരത്തെ തന്നെ നിസ്കരിക്കാമെന്നാണ് അതിൽ അസഹ്. ഇത് മർജൂഹായ അഭിപ്രായ പ്രകാരമാണ് ഇത് പറയുന്നത്. മറ്റൊരു വിഷയം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നു പെണ്ണിന്റെ കാരണം? അത് പെണ്ണായിരിക്കുക എന്നതാണ്. അത് സാധാരണഗതിയിൽ നീങ്ങിപ്പോവുകയില്ല. അതുകൊണ്ടാണ് ലഅല്ല എന്നത് പ്രയോഗിച്ചത്. ലഅല്ല എന്ന് പ്രയോഗിച്ചത് കൊണ്ട് പെണ്ണതിൽ പെടുകയില്ല എന്ന് മനസ്സിലായി. അപ്പൊ ആ ഇല്ലത്തിൽ പെണ്ണ് പെടുകയില്ല. ഇപ്പൊ ഇല്ലത്ത് മജ്മൂഇന്റെ ഇല്ലത്താണ്, ജമീഇന്റെയും ഇല്ലത്തല്ല. അപ്പൊ പിന്നെ ഇതിന്റെ ഇല്ലത്ത് എന്താണ്? അത് കാമിലീങ്ങളുടെ നിസ്കാരമാണ് എന്നതാണ് എന്നപ്പോ പറഞ്ഞത്. അപ്പൊ പിന്നെ വേറൊരു ചോദ്യം, എന്ത്? ബഷീർ ഫൈസ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ പെണ്ണിന്റെ കാരണം നീങ്ങാമെന്ന്. അപ്പോ പെണ്ണിന്റെ കാരണം നീങ്ങാമല്ലോ, നീങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ എങ്ങനെ ലാല് പറയും? അതായത് ഒരു പെണ്ണിന്റെ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അത് എത്രയെങ്കിലും നടന്നുകൊണ്ടിരിക്കുക. സംവാദത്തിൽ പറയുന്നുണ്ട് ഇവരൊക്കെ ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു പോകേണ്ട സാധനങ്ങളാണ്. കാരണം ഇവർക്ക് ലോകത്ത് നടക്കുന്ന സംഗതികളെ കുറിച്ചൊന്നും അറിയില്ല. ബഷീർ ഫൈസ് ഉസ്താദിനെ കളിയാക്കാന്നല്ലാതെ എന്താണ് അതിന് പോയത്തും ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു. ഇപ്പൊ നെറ്റിലൊക്കെ വരുന്ന മഹസിനിമാരുടെ പരിണാമവാദവുമായി തലശ്ശേരി സംവാദം. എന്താ പരിണാമവാദം? ആണ് പെണ്ണ. ഇത് നോക്ക് നിങ്ങൾ, മാതൃഭൂമി, സെൽവി ഏഞ്ചൽ ഗ്ലാഡി റോസ്, പെണ്ണുങ്ങളായി മാറിയ ആണുങ്ങളായി. ഇതിപ്പോ ഈ മൂന്ന് കാണുന്നത് ആണുങ്ങളാണ്. എന്നാൽ നേരത്തെ ആണുങ്ങളായിരുന്നവരാ. ലൈംഗിക മാറ്റ ശസ്ത്രക്രിയ ചെയ്ത് പെണ്ണുങ്ങളായി മാറിയ ആൾക്കാരാ. ആണ് പെണ്ണാവലും പെണ്ണ് ആണാവലും അത് ആധുനിക ലോകത്ത് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന സംഗതിയാ. അപ്പൊ ഒരു പെണ്ണ് എന്ത് ചെയ്തു? ആണാകാൻ വേണ്ടി തീരുമാനിച്ചു. ലൈംഗിക മാറ്റ ശസ്ത്രക്രിയക്ക് തീരുമാനിച്ചാൽ അവിടെ അവള് എന്താണ്, ജുമയുടെ സമയമാകുന്നതിന് മുമ്പ് ആണായി മാറാനുള്ള സാധ്യതയുണ്ടാകുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ലഅല്ല എന്നവിടെ പ്രയോഗിക്കാം. അത്തരം ഒരു ഘട്ടത്തിൽ പെണ്ണിന് എന്താണ്, ഈ ജുമ കഴിഞ്ഞതിന് ശേഷം എന്താണ്, പിന്നെ ദുഹ്ർ നിസ്കരിക്കാണ് നല്ലത്. കാരണം അതിന് മുമ്പ് തന്നെ ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആണാവുകയാണെന്നുണ്ടെങ്കിൽ ജുമയ്ക്ക് പങ്കെടുക്കാമല്ലോ. അതാ പറഞ്ഞത്. അതിനെന്താ കുഴപ്പം? അതിനിപ്പോ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സംഭവിക്കാമല്ലോ. അതിനെന്താ? ഇങ്ങനെ എത്രയെങ്കിലും സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലഅല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിനെ ഒഴിവാക്കിക്കൊണ്ട് വിശദീകരിച്ചു. അപ്പൊ അവര് പറഞ്ഞു അല്ല, ആണ് പെണ്ണാവാം, പെണ്ണ് ആണാവാം. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സ്ത്രീ ജുമാ ജമാഅത്തല്ലല്ലോ പ്രശ്നം. അപ്പൊ ആണുങ്ങളുടെ ജമാഅത്തായാലേ ആണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ നിർബന്ധമാണ് വിഷയത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. പിന്നെ ഒരു വലിയ ചോദ്യം ചോദിച്ചു, നല്ലൊരു മറുപടിയും പറഞ്ഞു. അതോടുകൂടി പിന്നെ അതിനെ പറ്റി മിണ്ടിയിട്ടില്ല. അതെന്താ? അപ്പോൾ പിന്നെ ആണിന് പള്ളിയിൽ പോവൽ ഖൈറാണ് എന്നല്ലല്ലോ പറയേണ്ടത്. പ്രായപൂർത്തിയായാൽ, അടിമ സ്വതന്ത്രനായാൽ പള്ളിയിൽ പോവൽ ഖൈറാണെന്നല്ലല്ലോ പറയേണ്ടത്, വാജിബാണെന്നല്ലേ പറയേണ്ടത്. അതിന് ഉടനെ തന്നെ ജുമയുടെ വിഷയത്തിൽ തന്നെ അള്ളാഹ് പറഞ്ഞ ആയത്ത്
നമ്മൾ മറുപടി കൊടുത്തു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും. ഖൈറുൽ ലക്കും, വാജിബിനെ കുറിച്ച് ഖൈർ എന്ന് പറയാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് ആ വിഷയം അവിടെ തീർന്നു. അപ്പോ ആണ് പെണ്ണായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെണ്ണ് ആണായി കഴിഞ്ഞാൽ ജുമുഅക്ക് പോവാ, അത് തർക്കമല്ലല്ലോ. ആണിന് ജുമുഅക്ക് നിർബന്ധമാണെന്നല്ലേ നമ്മളും പറയുന്നത്. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. അപ്പൊ അത് മുജാഹിദ് അംഗീകരിച്ചാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ വേറൊരു വിഷയമുണ്ട്. എന്താ അറിയോ? ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മസല പറഞ്ഞല്ലോ. അതായത് ഒരാൾ എന്ത് ചെയ്തു, ഒരു പെണ്ണ് ശസ്ത്രക്രിയ ചെയ്ത് ആണായി മാറാൻ ഉദ്ദേശിച്ചു. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ജുമുഅയിൽ നിന്ന് ഇമാമ് വിരമിക്കുന്നതിന് ശേഷത്തേക്ക് ദുഹറിനെ പിന്തിക്കൽ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇങ്ങനെ പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ പെണ്ണിന് ആണാകി മാറാൻ പറ്റുന്നു കിട്ടിയോ? അതൊരു വിഷയമാണ്. ഇങ്ങനെ ഒരു മസല ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ മൂപ്പര് പറഞ്ഞല്ലോ. അപ്പൊ മനസ്സിലായി നമുക്ക് എന്ത്, ആണിന് പെണ്ണായി മാറാന്ന് പറഞ്ഞാല് മാറുന്നത് ഇസ്ലാമിൽ അനുവദനീയമാകുന്നു, അല്ലെങ്കിൽ പെണ്ണിന് ആണായി മാറുന്നത് ഇസ്ലാമിന് അനുവദനീയമാകുന്നു എന്നിപ്പോ കിട്ടിയോ? ഇല്ല. കാരണം എന്താ? കാരണം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അതിന്റെ മസല ഇന്നതാകുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യില്ല, അങ്ങനെ ചെയ്യൽ അനുവദനീയമാണെന്ന് കിട്ടൂല. അയാൾ വ്യഭിചരിച്ചാൽ അയാൾക്ക് കുളിക്കൽ നിർബന്ധമാകുന്നു. അതിന്റെ അർത്ഥം എന്താ? വ്യഭിചരിക്കാൻ പറ്റുന്ന അല്ല. അതുകൊണ്ട് ഷാഫി ഇമാം പറഞ്ഞു പെണ്ണ് പള്ളിയിൽ വരാൻ ഉദ്ദേശിക്കാൻ പറ്റുമോ? അത് നമ്മൾ പറഞ്ഞു തന്നെ മസല ഫിത്ന ഭയപ്പെട്ട ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ്. അങ്ങനൊക്കെ ആണെങ്കിലും ഓള് പോകാൻ തീരുമാനിച്ചു. എന്നാൽ അവൾ ഇങ്ങനെ പോകണം. എങ്ങനെ പോകണം? അവൾ സുഗന്ധം പൂശാതെ പോകണം, അവരത്ര പുരട്ടാതെ പോകണം, ജീനത്തായ വസ്ത്രം ധരിക്കുക. കാരണം എന്താ? വഷളത്തരം കൂടാതിരിക്കാൻ വേണ്ടി ഏതായാലും വഷളത്തരം ചെയ്യാം. എന്നാ പിന്നെ ആ വഷളത്തരം അധികരിക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ ഇബാറത്ത്. പെണ്ണ് പള്ളിയിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം, പോകാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞു. നാടൻ ഉദാഹരണം പറയാം. മോനെ, നീ ഒരു കുട്ടിനും വേദനിപ്പിക്കാൻ പാടില്ല, ഒരു കുട്ടിയുടെ ശരീരത്തിൽ വേദനിപ്പിക്കരുത്, അടിക്കരുത്. അഥവാ അടിക്കരുത്, അതാണ് മുഖത്ത് തീരെ അടിക്കരുത്. അങ്ങനെ പറഞ്ഞു. മുഖത്തടിക്കരുത് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ മറ്റടിക്കാൻ പറ്റുന്ന കുട്ടിയോ? ഇല്ല. വേറൊന്ന്, വഹാബികൾ ആരും വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടേ അല്ല, ആരും വരണ്ട. അഥവാ ഏതെങ്കിലും വഹാബി വരികയാണെങ്കിൽ തൊപ്പിട്ട് വരുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാല് വഹാബി വീട്ടിലേക്ക് വരാൻ പറ്റുന്ന ആയോ? ഇല്ല. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്ത്? പെണ്ണ് വരികയാണെങ്കിൽ പെണ്ണ് വരികയാണെങ്കിൽ ഇങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ പെണ്ണിന് വരാൻ പറ്റുമെന്ന് കിട്ടുകയില്ല. അത് ഇബാറത്ത് കിതാബ്, അത് അതിന്റെ ഉള്ളും പുറവും ശരിക്ക് പഠിച്ച് ഉസ്താദുമാരെടുത്തുനിന്ന് ഓതാത്തോണ്ടുള്ള കുഴപ്പമാണ്. പിന്നെ വേറൊരു ഇബാറത്ത്, ഇത് തല മുതൽ അവസാനം വരെ പറഞ്ഞ ഇബാറത്താണ് പോയത്. അതെന്താ അറിയോ? ഉഹിബ്ബു ശുഹൂദൻ നിസാഇൽ അജാഇദി വഗൈരി ദവാത്തിൽ ഹൈഅ الصلاة والعيادة وأنا لشهودهن العيادة أشد استحبابا مني لشهودهن غيرها من الصلوات المكتوبات. പെണ്ണ് പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് പോകൽ സുന്നത്താണോ പുണ്യകർമ്മമാണോ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്ന വിഷയം, ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഇബാറത്ത് വായിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കും പോകൽ എന്നതിലുണ്ടോ? ഇതിലില്ല. ശുഹൂദ് പറഞ്ഞാൽ പങ്കെടുക്കൽ എന്നാ, പോകൽ എന്നല്ല. പിന്നെ പള്ളി എന്നതിലുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ സ്ത്രീ എന്ന വാക്കയിലുണ്ടോ? അതുമില്ല. പിന്നെ സ്ത്രീ എന്നുമില്ല, പള്ളി എന്നുമില്ല, പോകൽ എന്നുമില്ല. പിന്നെ നമ്മൾ എന്തിനാ വായിക്കുന്നത്? പിന്നെ നമ്മൾ മറുപടി വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനെന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് അത് നമ്മൾ വിശദീകരിക്കണമല്ലോ. അതായത് വളരെ പടുവൃദ്ധയായ ആകർഷണീയരില്ലാത്ത സ്ത്രീകൾ അവര് പെരുന്നാൾ ജമാഅത്തിന് പോകുന്നത് എനിക്ക് ഇഷ്ടമാകുന്നു എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോ ഷാഫി ഇമാം പറഞ്ഞത്. അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതാരാ? ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫയിൽ പറഞ്ഞ എപ്പോഴാണ്? ഇൻ അമിനൽ ഫിത്ന, ഫിത്ന നിർഭയമാകുന്ന സമയത്താണ്. ശരിയാണ്, എല്ലാ ശുറൂത്തുകളും പാലിച്ചിട്ടുണ്ടെങ്കിൽ പോകാം. പക്ഷെ അതും ഫിത്ന നിർഭയമാകുന്ന സ്ഥലത്താണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വലാ യഹ്ദുർന ഇന്നിസാഉ സവാഉൻ കുന്ന ശബാബ ഔ അജായിസ. വളരെ പടുവൃദ്ധകളാണെങ്കിലും യുവതികളാണെങ്കിലും ഒന്നും അവർ പങ്കെടുക്കരുത്. കാരണം എന്താ? ലിദുഹൂരിൽ ഫസാദി. ഇപ്പൊ ഫിത്തിന നിർഭയമാകാനില്ല. അപ്പോ 70-കാരികളായ സ്ത്രീകളൊക്കെയാണ് ആൾക്കാർ പിടിച്ചു കയറുന്നത്. അതുകൊണ്ട് പെണ്ണിന് പൊതുവെ പോകാൻ പാടില്ല എന്ന് പറയാൻ നല്ലത്. വൽ ഫത്വ ഫിൽ കുല്ലി, എല്ലാം പാടില്ല എന്ന് പറയുകയാണ്, ഫത്വ കൊടുക്കേണ്ടത് അങ്ങനെയാണ്.
ആര് പറഞ്ഞു? ഷെർവാനി പറഞ്ഞു. ഇബ്നു ഹജർ തന്നെ പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി അന്നഹു യംബഗി അൽ ഖത്ഉ ഫീ സമാനിന, നമ്മുടെ ഈ കാലത്ത് ഉറപ്പിച്ചു പറയൽ നിർബന്ധമാണ്. ബിത്തഹരീമി ഖുറൂജി ശാബാത്തി വദവാത്തിൽ ഹയ്യാത്തി, ശാബത്തുകളായ സ്ത്രീകൾ പുറപ്പെടുന്നത് ഹറാമാണ് എന്ന്. വകദ പിന്നെ വമഫാസിദു ഖുറൂജിഹിന്ന അൽ ആന മുഹഖഖ, ഇന്ന് അവർ പുറത്തു പോകുന്നത് ഫാസിദാണ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്നത് യാതൊരു തർക്കവുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നു വലാ യതവഖഫു ഫീ മൻഇഹിന്ന ഇല്ലാ ഗബിയുൻ ജാഹിലുൻ ഖലീലുൽ ബിളാഅത്തി, വിവരമില്ലാത്ത പടുവിട്ടിയായ ആള് മാത്രമേ സ്ത്രീകൾ പള്ളിയിൽ നിന്ന് തടയാതിരിക്കുകയുള്ളൂ എന്നാര് പറഞ്ഞു? ഇമാം ഇബ്നു ഹജർ പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി. ലാസ്റ്റ് പറയാ ഫസ്സവാബു അൽ ജവാ അൽ ജസ്മു ബിത്തഹരീം വൽ ഫത്വാ ബിഹി, അതുകൊണ്ട് ഹറാമാണ് എന്ന് പറയലാണ്, ഉറപ്പിച്ചു പറയലാണ് ശരിയായ രീതി. ഇത് കിഫായത്തുൽ അഖ്യാർ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ പിന്നെ അയാളുടെ സംശയം, അത് കിഫായത്തുൽ അഖ്യാർ ഉദ്ധരിച്ചതല്ലേ, ഇമാം ഇബ്നു ഹജറിന്റെ അഭിപ്രായമല്ലല്ലോ. ഒരാൾ, ഒരു പണ്ഡിതൻ ഒരു വിഷയം ഒരു കിതാബിൽ ഉദ്ധരിക്കുകയും അതിനെ റദ്ദ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് ആ പണ്ഡിതൻ അംഗീകരിക്കുന്നു അതിന്റെ അർത്ഥം. അതിന്റെ പുറമെ മഹാനായ ഇമാം ഇബ്നു ഹജർ അതിന്റെ ശേഷം പറയുകയും ചെയ്തു വഹാദാ ഹാസുലു മദ്ഹബിന, ഇതാണ് നമ്മുടെ മദ്ഹബിന്റെ രത്ന ചുരുക്കം. അതുകൊണ്ട് ഇപ്പറഞ്ഞതിൽ നിന്നൊന്നും നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് ശബ്ദമാധുര്യം കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കി ജനങ്ങളെ വികാരം കൊള്ളിച്ചുകൊണ്ട് ഇളക്കി വിട്ടുകൊണ്ട് ആശയ പാപ്പരത്വം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ ചപ്പടാച്ചികൾ കൊണ്ട് നീ വഞ്ചിതനാവരുത് എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി അവസാനം പറയുകയും എന്നിട്ട് പറയുന്നത് ഇമാം ഇബ്നു ഹജറിന്റെ അഭിപ്രായം അല്ലാന്ന്. അതെങ്ങനെ പറയാ? അപ്പോ ഇനിയിപ്പോ ഈ ഞങ്ങൾ ഷെർവാനി പറഞ്ഞതും അംഗീകരിക്കൂല, ഞങ്ങള് പിന്നെ ഇബ്നു ഹജർ പറഞ്ഞ ഒന്നും അംഗീകരിക്കൂല എന്നാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കായക്കൊടിന്റെ ഭാര്യ പിന്നെ വൃദ്ധയായി പടുവൃദ്ധയായി അതിന് ശേഷം ഒരു 95 വയസ്സൊക്കെ അതിന് ശേഷം പോയിക്കോട്ടെ. അതല്ലല്ലോ നമ്മൾ മുജാഹിദുകൾ നമ്മളുടെ തർക്കം. നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന സംഗതി പറ്റുമോ പറ്റൂല എന്നുള്ളതാണ്. വൃദ്ധകളല്ല കൊണ്ടുപോകുന്നത്, നല്ല നാരീമണികളായ വളരെയധികം സുന്ദരികളായ സ്ത്രീകളെ അർദ്ധനഗ്നകളായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇന്ന് നടക്കുന്ന സംഗതി പറ്റുമോ പറ്റൂല, അതിനാണ് സംവാദം. അല്ലാതെ ഒരു സാങ്കല്പികമായ ലോകത്തു നിന്നുകൊണ്ട് ഒരു പെണ്ണ് വൃദ്ധയായി ഒരു നിലക്കും ആകർഷണീയമില്ലാത്ത സ്ത്രീയാണ്, ആ സ്ത്രീക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ലേ ഫിഖ് എല്ലാം ചർച്ച ചെയ്യും. ആ കൂട്ടത്തിൽ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തു മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയെ കുറിച്ചല്ല. അവിടെ തന്നെ പറ്റൂല എന്നാണ് ഷെർവാനി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇതിപ്പോ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം മാത്രമൊന്നുമല്ലേ, ഹനഫി മദ്ഹബ് അങ്ങനെ തന്നെയാണ്. ഹനഫി മദ്ഹബിലെ വളരെ പ്രസിദ്ധമായ കിതാബ് ബദാഇഉസ് സനാ, അതിൽ പറയുന്നു ഇജ്മാഉണ്ട് അല അന്നഹു ലാ യുറഖസു ലിശാബത്തി, യുവതിക്ക് ഒരു നിലക്കും ഇളവില്ല അൽ ഖുറൂജ് ഫിൽ ഈദൈൻ, പെരുന്നാളിനോ ജുമുഅക്കോ വശൈഇൻ മിനസ് സ്വലവാത്തി, നിസ്കാരങ്ങൾക്കോ പുറത്തു പോകാൻ ഒരു ഇളവുമില്ല. ആയത്തും ഉദ്ധരിച്ചു ലിഖൗലിഹി തആല വഖർന ഫീ ബുയൂതികുന്ന, അല്ലാഹ് പറയുന്നു വഖർന ഫീ ബുയൂതികുന്ന, വഹാബി പറയുന്നു ഉഖ്റുജ്ന മിൻ ബുയൂതികുന്ന. അതാ വ്യത്യാസം തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, വഹാബി പറയുന്നു മസാജിദുഹുന്ന ഖൈറുൽ ലഹുന്ന. റസൂലുള്ളാഹി ഒന്ന് പറയാ, ഇവർ വേറൊന്ന് പറയാ. ഖുർആൻ പറയുന്നു വഖർന ഫീ ബുയൂതികുന്ന, ഇവർ പറയുന്നു ഉഖ്റുജ്ന മിൻ ബുയൂതികുന്ന. റസൂലുള്ളാഹി പറയുന്നു ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, ഇവർ പറയുന്നു മസാജിദുഹുന്ന ഖൈറുൽ ലഹുന്ന. ഖുർആന്റെ തേട്ട തന്നെയാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇമാമികൾ മാത്രമേ ഉള്ളൂ, എന്നാ ഖുർആൻ വരപ്പല്ല, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണ്ട. പള്ളിയെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഖുർആൻ സൂറത്തു നൂറിലെ 37-ാമത്തെ ആയത്ത്, സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്ത്, ഇതിലൊക്കെ റിജാലുൻ പള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോ പുരുഷന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. അത് അവിടെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ലിമ ഖുസ്സർ റിജാലു ബിസ്സിക്ർ, എന്തേ ആണുങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞത്? വൽ ജവാബ് ലിഅന്ന നിസാഅ ലസ്ന മിൻ അഹ്ലി തിജാറാത്തി വൽ ജമാഅത്ത്, ജമാഅത്തുകളും കാരണം പള്ളിയിലുള്ള ജമാഅത്തുകളും തിജാറത്തുകളും അതൊന്നും പെണ്ണുങ്ങളെ പരിപാടിയല്ലല്ലോ, അതുകൊണ്ടാണ് അവിടെ പള്ളിയെ പറ്റി പറഞ്ഞെടുത്ത് ആണിനെ കുറിച്ച് പറഞ്ഞത് എന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. ഹദീസിലും അതന്നെ ഒരുപാട് ഹദീസുകൾ
6 ഹദീസുകൾ പെട്ടെന്ന് ഞാൻ വായിച്ചു പോകാം. അതിലൊക്കെ പറയുന്നത് വീടാകുന്നു സ്ത്രീകൾക്ക് ഉത്തമം എന്നാണ്. ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന, ഉമ്മു സലമ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. അത് മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. അവിടുത്തെ മുസന്നഫിലെ, അവിടുത്തെ ഗ്രന്ഥത്തിലെ 6ാമത്തെ വാള്യത്തിൽ 297ാമത്തെ പേജിൽ 26,584ാമത്തെ ഹദീസായിട്ട്, ഇമാം ബൈഹഖി 3ാം വാള്യം 131 5143ാമത്തെ ഹദീസായിട്ട്, ഇബ്നു ഖുസൈമ 3ാം വാള്യം 92 1683ാമത്തെ ഹദീസായിട്ട്, ഹാക്കിം 1ാം വാള്യം 327 756ാമത്തെ ഹദീസായിട്ട് ഒരുപാട് പണ്ഡിതന്മാർ. മറ്റൊരു ഹദീസ് സ്വലാത്തുൽ മർഅത്തി ഫീ ബൈതിഹാ ഖൈറു മിൻ സ്വലാത്തിഹാ ഫീ ഹുജ്റതിഹാ. മറ്റൊരു ഹദീസ് ഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത മഈ, നീ എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ വസലാത്തുകി ഫീ ബൈതികി ഖൈറും മിൻ സ്വലാത്തികി ഫീ ഹുജ്റതികി വസലാത്തുകി ഫീ ഹുജ്റതികി ഖൈറും മിൻ സ്വലാത്തികി ഫീ ദാരികി വസലാത്തുകി ഫീ ദാരികി ഖൈറും മിൻ സ്വലാത്തികി ഫീ മസ്ജിദി ഖൗമികി വസലാത്തുകി ഫീ മസ്ജിദി ഖൗമികി ഖൈറും മിൻ സ്വലാത്തികി ഫീ മസ്ജിദി. എന്റെ ഈ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും 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 ഉത്തമം നിന്റെ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാകുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുൽ മർഅത്തി ഫീ ബൈതിഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ في حجرتها وصلاتها في مخدعها أفضل من صلاتها في بيتها. വേറൊരു ഹദീസ് സ്വലാത്തുകുന്ന ഫീ ബുയൂതികുന്ന അഫ്ളലു മിൻ സ്വലാത്തികുന്ന ഫീ ഹുജരികുന്ന. വേറൊരു ഹദീസ് മാ സ്വല്ലത്ത് ഇംറഅത്തുൻ സ്വലാത്തുൻ അഹബ്ബു ഇലല്ലാഹി മിൻ സ്വലാത്തിഹാ ഫീ അശദ്ദി ബൈതിഹാ ദുൽമ. വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് ഒരുപാട് ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോഴും ഇവർ പറയുന്നു പള്ളിയിലേക്ക് വരലാകുന്നു ഉത്തമം. പുണ്യം കിട്ടാൻ വേണ്ടിയല്ലേ പുറപ്പെട്ടു പോകുന്നത്. പുണ്യം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ പെണ്ണുങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നത്? ആശങ്കകളുണ്ട് എന്ന് നമ്മൾ പറയാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബികളും അത് തന്നെയാണ്. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. മഹാനായ അബൂ ബർസ റളിയല്ലാഹു അൻഹു അബൂ ബർസ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? വീട്ടിൽ വന്നപ്പോ അവിടുത്തെ വൃത്തിയെ കാണാനില്ല, അടിമ സ്ത്രീയെ കാണാനില്ല വീട്ടിൽ. ഖാലു, അവർ പറഞ്ഞു എവിടേക്ക് പോയതാ? ദഹബത്തിലും പള്ളിയിൽ പോയതാ. ഫലമ്മ ജാഅത്ത്, വന്നപ്പോ സ്വാഹബിഹ, ഒച്ചയിട്ടു. ഫഖാൽ ഇന്നല്ലാഹ നഹൻ നിസാ അൻ യഖ്റുജ്ന, പള്ളിയിൽ പുറത്തു പോകരുത് എന്ന് അള്ളാഹു പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വ അമറഹുന്ന യഖിർന ഫീ ബുയൂതിഹിന്ന, വീട്ടിൽ അടിയുറച്ചു നിൽക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്? വലാ യത്ബിഅന ജനാസ വലാ യതീന മസ്ജിദൻ വലാ യശ്ഹദന ജുമുഅ, എന്നിട്ട് നീ പോവുകയാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഖുർആന്റെ നിലപാടിനെ വിശദീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് വിശദീകരിച്ചു. അതുപോലെ തന്നെ സ്വഹാബികളുടെ നിലപാട്. വേറൊരു ഹദീസ് അബൂ അംറു ശൈബാനി പറയുന്നു, അന്നഹു റഅ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു യുഖ്രിജുൻ നിസാഅ മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് പെണ്ണുങ്ങളെ യുഖ്രിജുൻ നിസാഅ, പുറത്താക്കുകയായിരുന്നു അവിടുന്ന് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച. വേറെ ഹദീസിലുണ്ട് അവരെ കല്ലെടുത്തെറിയുകയായിരുന്നു. അത്രയും രൂക്ഷമായ വിലക്കാണ് സ്വഹാബികൾ നിർവഹിച്ചത്. ഞാൻ പറഞ്ഞത് ചുരുക്കി പറയുകയാണ്, ഖുർആൻ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് എതിരാണ്. വഖർന ഫീ ബുയൂതികുന്ന. അതുപോലെ തന്നെ ഫീഹി റിജാലുൻ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അങ്ങയുടെ കൂടെ നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചു വന്ന പെണ്ണിനെ പോലും അള്ളാഹുവിന്റെ റസൂൽ തടഞ്ഞു. ഇജ്ജാട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പെണ്ണെ, നിന്റെ വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് പാലിക്കുകയും വഫാത്താകുന്നത് വരെ ആ സ്ത്രീ അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു. ഇത് പോരാ വഹാബികൾക്ക്. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും എത്ര ആളുകളാ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞു, മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു നമ്മൾ വിശദീകരിച്ചു, മഹദിയായ ആതിക ബീവി റളിയല്ലാഹു അൻഹ അവസാനം അത് ബോധ്യപ്പെട്ടു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന് പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കാണുകയാണെങ്കിൽ അവരെ ഒരു നിലക്കും പള്ളിയിലേക്ക് അടുപ്പിക്കുമായിരുന്നില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബനു ഇസ്രായേലിലെ പെണ്ണുങ്ങളെ തടഞ്ഞതുപോലെ അവരെ തടയുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. കഴിഞ്ഞില്ല അബൂ ബർസ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇത്രയും സ്വഹാബികൾ പെണ്ണ് പള്ളിയിൽ പോകുന്നതിന് എതിരെന്ന് ബാക്കിയുള്ളവരെ ഉദ്ധരിക്കപ്പെട്ടതാമേ പറയുന്നത്. പിന്നെയോ സലഫ് സ്വാലിഹികൾ മുഴുവനും അതെ. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, സലഫുകളിൽ നിന്ന് ആരും തന്നെ പെണ്ണിനെ പള്ളിയിൽ പോകാൻ കൽപ്പിച്ചതായോ അവർക്ക് അനുവാദം കൊടുത്തതായോ നമ്മൾ അറിയുകയില്ല. ഇമാമുകൾ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അതാണ് പറഞ്ഞത്, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അതാണ് പറഞ്ഞത്, ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവരും അതാണ് പറഞ്ഞത്. ഇവരൊന്നും പോവാത്ത സ്വർഗത്തിലേക്കാണോ നമുക്ക് പോകാനുള്ളത്? ഇവരൊക്കെ വഹാബിന്റെ കൂടെയാണ് എന്നാണ് വഹാബിന്റെ പ്രസംഗം കേട്ടാൽ തോന്നിപ്പോവുക. അങ്ങനെ ആരും ധരിച്ചു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.